Hello. Hello. Okay. 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 Hello. Hello. Hello all. ഹലോ ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ രണ്ടാമത്തെ സെക്ഷനാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുന്ന രണ്ടാമത്തെ സെഷനാണ്. നമ്മൾ ഇന്ന് നോക്കുന്നത് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സിൻ്റെ ടോപ്പിക്കുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കിയിട്ടുണ്ടായിരുന്നോ? എക്കണോമിക്സ് എന്താ റിവിഷനൊക്കെ കഴിഞ്ഞിട്ടിരിക്കുവാണോ? റിവിഷൻ എടുത്തോ? റിവിഷൻ എടുത്തിട്ടാണല്ലോ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിന്നൊരു റിവിഷനും കൂടി ആയിട്ട് അങ്ങ് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ മെയിനായിട്ട് എന്ത് ചെയ്തു, ഞാൻ ഫോക്കസ് ചെയ്തിട്ടുള്ളത്, അതായത് ഞാൻ എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ടുള്ളതെന്ന് പറയുന്നത് 2021, 22 സമയങ്ങളിൽ നടന്നിട്ടുള്ള ഡിഗ്രി ലെവൽ എക്സാമുകളുടെയും അതുപോലെ തന്നെ എന്താണ് പ്ലസ് ടു ലെവൽ എക്സാമുകളുടെയും ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ കുറച്ച് എന്താണ് നമുക്ക് ഇച്ചിരി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള, നമുക്കറിയാമല്ലേ മാറിയ ആ ഒരു പാറ്റേണിന് ശേഷം എന്താണ് നമുക്ക് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് എക്കണോമിക്സിന്റെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യുന്നത് വരുന്നത് അല്ലേ. കുറച്ച് എന്താണ് മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻസ് ഈ ഭാഗങ്ങളിൽ നിന്ന് കുറച്ച് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം, ഇതെങ്ങനെയാണ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം നമുക്ക് നോക്കിക്കളയാം അല്ലേ. അപ്പോൾ നോക്കടാ, ഇവിടെ നമ്മുടെ എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ എന്താണ് നമ്മുടെ നാഷണൽ ഇൻകം എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് നമ്മുടെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് നാഷണൽ ഇൻകം എന്നുള്ള ഒരു ടോപ്പിക്ക് കാണാൻ പറ്റും. ആ ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്ത് നമുക്ക് ആദ്യത്തെ 2 ക്വസ്റ്റ്യനും എന്താണ് ആ ഒരു ഭാഗത്തു നിന്നുള്ളതാണ്. ഇത് 2021 നടന്ന ഡിഗ്രി പ്രിലിംസിലെ എന്താണ് ക്വസ്റ്റ്യൻ ആണ്. ഡിഗ്രി പ്രിലിംസ് എക്സാമിനേഷനിലെ ക്വസ്റ്റ്യൻ ആണെന്ത് ഈ ഒരു സെറ്റ് എന്താണ് ഇതിൽ നിന്നുള്ള ഈ പറഞ്ഞിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് 2021 ഡിഗ്രി പ്രിലിംസിന്റെ സ്റ്റേജ് 1 ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ 5 ക്വസ്റ്റ്യൻസ് ആണ്. 16, 17, 18, 19, 20 എന്നുള്ള ഈ എന്താണ് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത്രയും നമ്പേഴ്സിൽ കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് നോക്കി കഴിഞ്ഞാൽ ഓക്കെ, നമ്മുടെ എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്നാണ്. അപ്പം നമ്മുടെ 4 ഓപ്ഷൻ ഉണ്ട്. GDP അറ്റ് MP എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്? GDP അറ്റ് MP എന്ന് പറഞ്ഞാൽ എന്താണ്? GDP അറ്റ് MP എന്നത് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? GDP അറ്റ് MP എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഷോർട്ട് ഫോം ആണ്. എന്തിന്റെ ഷോർട്ട് ഫോം ആണ്? MP എന്ന് പറയുന്ന ആ ഒരു വേർഡിനെ എലാബറേറ്റ് ചെയ്താൽ എങ്ങനെ എഴുതാൻ പറ്റും? എന്താണത്? MP പോരട്ടെ. യെസ്, മാർക്കറ്റ് പ്രൈസ്. മാർക്കറ്റിംഗ് അല്ല, മാർക്കറ്റ് പ്രൈസ് ആണ് കേട്ടോ. GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്നുള്ളതാണ് ഈ MP കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി അവിടെ കുറച്ച് ടേംസ് ചെയ്തിട്ടുള്ള നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് ഒന്നാമത്തെ ഓപ്ഷൻ.
രണ്ടാമത്തെ ഓപ്ഷൻ ബി എന്താണ്? GDP അറ്റ് MP മൈനസ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തെ എന്താണ്? GDP അറ്റ് MP പ്ലസ് നെറ്റ് പ്രോഡക്റ്റ് ടാക്സസ്. നെറ്റ് പ്രോഡക്റ്റ് ടാക്സസ് എന്നാണ് പറയുന്നത്. അടുത്ത നാലാമത്തെ ഓപ്ഷൻ എന്താണ്? GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് പ്ലസ് നെറ്റ് ഇൻകം ഫ്രം എബ്രോഡ്. നെറ്റ് ഇൻകം ഫ്രം എബ്രോഡ് എന്നുള്ളതാണ് എന്ത്? നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇതിലേതാണ് കറക്റ്റ്? ഇതിലേതാണ് കറക്റ്റ് ആൻസർ? യെസ്, എല്ലാവരും പറയുന്നുണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഇതിലേത് ഓപ്ഷനാണ് കറക്റ്റ്? ഓക്കെ, അതവിടെ നിൽക്കട്ടെ. നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി ക്വസ്റ്റ്യൻസ് ഇപ്പം നമ്മൾ എന്താണ് ഓപ്ഷൻസ് പറയണ്ട. നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. നോക്കിയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഓരോന്നോരോന്നിലേക്ക് കിടക്കാം. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള നമ്മുടെ എന്താണ്? ഒരു പ്രൊഡക്ഷൻ ഉത്പാദന ഘടകങ്ങൾ എന്ന് പറയുന്ന എന്താണ് ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ്? എമംഗ് ദി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ദ പാസീവ് വൺസ് ഇൻക്ലൂഡ്. പാസീവ് വൺസ് എന്ന് പറയുമ്പോൾ എന്താണ്? നിർജീവമായത് അല്ലേ? എന്താണ്? എലൈവായിട്ട് നിൽക്കുന്ന അല്ലെ നിർജീവമായ ഘടകങ്ങൾ ഏതെന്നാണ് ചോദ്യം. അപ്പോൾ ലാൻഡ് ഉണ്ട്, ലേബർ ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്. ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരെണ്ണം കൂടി ഇല്ലേ? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഏതൊക്കെയാണ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസർ അല്ലേ? അപ്പോൾ ഈ നാലെണ്ണത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അല്ലേ? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ് മീൻ ചെയ്യുന്നത്? ഞാൻ എന്ത് ചെയ്യണം? ഒരു മുറുക്ക് കച്ചവടം. ഒരു മുറുക്ക് കച്ചവടം തുടങ്ങുകയാണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ എന്താണ്? എനിക്ക് വായുവിൽ വെച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല? മുറുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഉണ്ടാക്കാൻ കഴിയില്ല അല്ലേ? അപ്പോൾ എൻ്റെ മുറുക്ക് ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് എന്ത് ചെയ്യണം? ഒരു സ്ഥലം വേണം, ഒരു ലാൻഡ് വേണം അല്ലേ? ഒരു ലാൻഡ് വേണം. അപ്പോൾ എന്താണ്? ആ ഒരു സ്ഥലത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലാൻഡ് എന്ന് പറയുന്നത്. എൻ്റെ മുറുക്ക് കച്ചവടം അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്ന മുറുക്ക് ഉണ്ടാക്കുന്ന സ്ഥലമാണ് ഈ ലാൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു വലിയ ബിസിനസ് അല്ലേ? ഒരു വലിയ മുറുക്ക് ബിസിനസ് ടൈക്കൂണായ എനിക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? അത്രയധികം മുറുക്കുകൾ എനിക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? അപ്പം എനിക്ക് കുറച്ച് പണിക്കാർ വേണം, ലേബേഴ്സ് വേണം. അപ്പോൾ എന്താണ്? തൊഴിലാളികൾ അല്ലേ? എൻ്റെ മുറുക്ക് ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളാണ് ലേബേഴ്സ് എന്ന് പറയുന്നത്. ഇനി എനിക്ക് ചുമ്മാ മുറുക്കുണ്ടാക്കാൻ കഴിയൂലല്ലേ? അതിനെന്ത് വേണം? ക്യാപിറ്റൽ വേണം, മൂലധനം വേണം. എന്താണ് മൂലധനം എന്ന് പറയുന്നത്? നമുക്ക് എന്താണ്? ക്യാപിറ്റൽ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്താണ്? പണമായിരിക്കും എന്ത് ചെയ്യുന്നത്? വരുന്നതല്ലേ? ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമുക്ക് പണമായിരിക്കും വരുന്നത്. പണം മാത്രമാണോ എന്നാ മൂലധനം അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്? അപ്പം എൻ്റെ മുറുക്ക് ബിസിനസ് എടുക്കട്ടെ. എൻ്റെ മുറുക്ക് ബിസിനസ്, അപ്പം മുറുക്ക് എന്ത് ചെയ്യണം? എനിക്ക് പൊരിക്കണം അല്ലേ? പൊരിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം? അതിനൊരു വലിയ ചരുവം വേണം അല്ലേ? അല്ലെങ്കിൽ ഒരു പാത്രം വേണം. അതെൻ്റെ ഒരു ക്യാപിറ്റൽ അല്ലേ? മുറുക്ക് ബിസിനസ് ഞാൻ തുടങ്ങുമ്പോഴത്തേക്ക് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സാധനമല്ലേ ആ ഒരു മുറുക്ക് ഉണ്ടാക്കുന്ന എന്താണ്? പാത്രങ്ങൾ അല്ലേ? പാത്രങ്ങൾ, അച്ചുകൾ, ഇതൊക്കെ എന്താണ്? എൻ്റെ ക്യാപിറ്റലിൽ പെടുന്നതാണ്, എൻ്റെ മൂലധനമാണ് ഇതൊക്കെ. അപ്പോൾ എന്താണ്? എൻ്റെ മുറുക്ക് ബിസിനസ്സിലെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള പാത്രങ്ങൾ, മറ്റു ഉപകരണങ്ങൾ അല്ലേ? അതൊക്കെയാണ് എന്ത്? നമ്മുടെ ക്യാപിറ്റൽ അഥവാ മൂലധനം എന്ന് പറയുന്നത്. ഇനി ഇത് മൂന്നും ഉണ്ട്. ഇതെന്ത് ചെയ്യണം? ഓർഗനൈസ് ചെയ്യണം അല്ലേ? എൻ്റെ മുറുക്ക് കച്ചവടത്തിൽ അല്ലെ? എൻ്റെ മുറുക്ക് ഫാക്ടറിയിലെ ഓർഗനൈസർ ആരാണ്? ഞാൻ അല്ലെ? ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ, അതൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഓർഗനൈസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 ഫാക്ടേഴ്സ് കൂടി ചേർന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? ഒരു ബിസിനസ് അല്ലെങ്കിൽ നമുക്ക് എന്താണ്? ഒരു പ്രൊഡക്ഷൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നടത്താൻ പറ്റില്ല. എന്ത് തന്നെ ആയിക്കോട്ടെ. അപ്പം എന്ത് ബിസിനസ് ആണെങ്കിലും, ഒരു പേന കച്ചവടം ആയിക്കോട്ടെ, അല്ലെങ്കിൽ വലിയ കാർ ഫാക്ടറികൾ ആയിക്കോട്ടെ, അങ്ങനെയുള്ള എന്ത് തരത്തിലുള്ള ബിസിനസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നോക്കിക്കഴിഞ്ഞാലും അതിനകത്തെല്ലാം എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? ഈ 4 ഫാക്ടേഴ്സ് എന്തായിരിക്കും? ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ പാസീവായിട്ടുള്ളത് അല്ലേ? പാസീവായിട്ടുള്ള ആൾക്കാർ, ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിലെ പാസീവായിട്ടുള്ള ആൾക്കാർ ആരൊക്കെയെന്നാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ചോദ്യം. അപ്പൊ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ? യെസ്, കുറെ ആൾക്കാർ പറയുന്നുണ്ട് AD എന്നൊക്കെ പറയുന്നല്ലേ. ഓർഗനൈസറിനെ തന്നെ നമുക്ക് ഓൺട്രപ്രണർ എന്ന് എന്ത് ചെയ്യാൻ പറ്റും? പറയാം കേട്ടോ. ഓൺട്രപ്രണർ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഭാഗത്ത് നിന്ന് ഇതെല്ലാം എന്താണ്? നാഷണൽ ഇൻകം എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ നിന്നൊക്കെ തന്നെ എന്ത് ചെയ്യുന്നതാണ്? വരുന്ന ആ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഇതാണ് ക്വസ്റ്റ്യൻസ് ആണ് ഇത് രണ്ടും. ഇനി എന്നാലും നമ്മൾ എന്താണ്? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ
എന്താണ് നമുക്ക് മനസ്സിലായല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? മണി ഇൻ ദ എക്കോണമി. അപ്പോൾ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് മെഷേഴ്സ് വിൽ റെഡ്യൂസ് ദി മണി സപ്ലൈ അല്ലേ? മണി സപ്ലൈ ഇൻ ദ എക്കോണമി. അപ്പോൾ നമ്മുടെ എന്താണ് ഈ പറയുന്ന താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ഏതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? മണി സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്കറ്റിലേക്ക് എന്ത് ചെയ്യണം? നമ്മുടെ എന്താണ് മാർക്കറ്റിലേക്ക് പൈസ എത്തുമ്പോഴാണല്ലേ? നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിൽ ബാങ്കുകളോ കറൻസി അച്ചടിക്കുന്ന പരിപാടിയൊന്നും ഇല്ല. അപ്പം നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? നമ്മൾ ബാർട്ടർ സിസ്റ്റം ആയിരുന്നു അല്ലേ? അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ കറൻസിയുടെ മണിയുടെ ഒക്കെ ഒരു ഇൻവെൻഷൻ വന്നത്. അപ്പം നമ്മൾ കൊടുക്കുന്ന എന്താണ് പൈസയ്ക്ക് ആ പൈസയുടെ മൂല്യത്തിനനുസരിച്ചുള്ള വസ്തു നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? വാങ്ങാൻ കഴിയും അല്ലേ? അപ്പോൾ ബേസിക്കലി നമ്മളൊരു മാർക്കറ്റിലേക്ക് മണി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പണം കൊണ്ടെത്തിക്കുന്ന ആരാണ്? ബാങ്കുകളാണ് അല്ലേ? ബാങ്കുകളാണ്. അപ്പോൾ ഈ ബാങ്കുകൾ അപ്പം നമുക്കറിയാം RBI എന്ന് പറയുന്നത് എന്താണ്? ബാങ്കിന്റെ ബാങ്കറാണ് അല്ലേ? അപ്പോൾ ബാങ്കർ ഓഫ് ബാങ്ക്സ് എന്നറിയപ്പെടുന്ന നമ്മുടെ സെൻട്രൽ ബാങ്ക് എന്നറിയപ്പെടുന്ന RBI ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ മാർക്കറ്റിലുള്ള മണി സപ്ലൈ ഒക്കെ നിയന്ത്രിക്കുന്ന ആളെന്ന് പറയുന്നത് RBI ആണ്. അപ്പോൾ അദ്ദേഹം അല്ലെങ്കിൽ ഈ RBI എന്ന് പറയുന്ന ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് മണി സപ്ലൈ? നമുക്ക് RBI ഇരുന്ന് പറഞ്ഞാൽ മതിയോ? കുറച്ച് 500 രൂപ നോട്ടുകളൊക്കെ ഇങ്ങ് കൊണ്ടുപോവാ, അത് കറങ്ങിയത് മതി, മാർക്കറ്റിൽ കറങ്ങിയത്, അല്ലെങ്കിൽ കുറച്ച് 2000 രൂപ നോട്ടുകളൊക്കെ ഇങ്ങ് തിരിച്ചെടുത്തുകൊണ്ട് പോവാ, നമുക്ക് എന്ത് ചെയ്യാം? മണി സപ്ലൈ നമുക്ക് കുറയ്ക്കണം. അങ്ങനെയാണോ? അല്ല അല്ലേ? ചെയ്യുന്ന എന്താണ്? ഒരു സെറ്റ് ഓഫ് എന്താണ് കുറച്ചൊരു ടെക്നിക്കലായിട്ട് കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യുന്നത്. ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? അവരുപയോഗിക്കുന്ന എന്താണ് കുറച്ചധികം എന്താണ് കാര്യങ്ങൾ അല്ലെ? അവർ എന്താ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കുറച്ച് മെഷേഴ്സ് ഉണ്ട് അല്ലേ? ഒരു മണി സപ്ലൈ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ അവരെന്ത് ചെയ്യും? ഇംപ്ലിമെന്റ് ചെയ്യും. അപ്പോൾ ബേസിക്കലി എന്തിനാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ മണി സപ്ലൈ നമ്മുടെ മാർക്കറ്റിൽ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? നമ്മുടെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന അല്ലെ, വിലക്കയറ്റം അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരാളെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ? അതെന്ത് ചെയ്യണം? ഒരു പരിധിയിൽ കഴിഞ്ഞ് ഉയർന്നു പോകാതിരിക്കാനും ഒരു പരിധിയിൽ കഴിഞ്ഞ് താഴ്ന്നു പോകാതിരിക്കാനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ മണി സപ്ലൈ നമ്മുടെ മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നത്? കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ RBI നിർബന്ധിതമാകുന്നത്. അപ്പോൾ RBI എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഇൻഫ്ലേഷനെ ടാർഗറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഇൻഫ്ലേഷൻ എന്ത് ചെയ്യുന്നത്? ടാക്കിൾ ചെയ്യുന്ന പോളിസീസിന് അല്ലെങ്കിൽ നമ്മുടെ RBI എന്തുപയോഗിച്ചാണോ എന്ത് ചെയ്യുന്നത്? ഇൻഫ്ലേഷനെ ടാർഗറ്റ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോണിറ്ററി പോളിസി എന്ന് പറയും. നമ്മുടെ എന്താണ് RBI നമ്മുടെ എന്താണ് ഈ ഒരു മണി സപ്ലൈ നമ്മുടെ ഇൻഫ്ലേഷനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? ഇൻഫ്ലേഷന് കുറയ്ക്കാനോ കൂട്ടാനോ വേണ്ടിയിട്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ്സിനെ അല്ലെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ മോണിറ്ററി പോളിസിയെ പറ്റിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആ ഒരു എന്താണ് ഡിഗ്രി ലെവൽ നമ്മുടെ എന്താണ് പ്രിലിംസിന്റെ ഫസ്റ്റ് സ്റ്റേജിലെ എന്താണ് ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ എക്കണോമിക്സ് ഭാഗത്തു നിന്നുള്ള മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മോണിറ്ററി പോളിസിയെ പറ്റിയാണ്. എഗെയിൻ 19ാമത്തെ ക്വസ്റ്റ്യൻ എന്ത് തന്നെയാണ്? മോണിറ്ററി പോളിസിയെ പറ്റിയാണ്. ഇനി അത് കഴിഞ്ഞ് 20ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ എന്താണ് നമ്മുടെ എന്താണ് ഫിനാൻസ് ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് അല്ലേ? ഫിനാൻസ് ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ധനക്കമ്മി അല്ലേ? ധനക്കമ്മി എന്ന് പറയുന്നത് എന്താണെന്നാണ് നമ്മുടെ 20ാമത്തെ ചോദ്യം അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ആ ഒരു എക്സാമിൽ 5ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ധനക്കമ്മി എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഇനി എന്താണ് ഇവിടെ കറക്റ്റ് ആയിട്ട് അതിന്റെ മലയാളവും കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യുക? ഇതൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഇതൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ഇനി എന്താണ് ഇതേ വർഷം തന്നെ 2021 തന്നെ നടന്ന ഡിഗ്രി ലെവൽ എക്സാമിന്റെ സെക്കൻഡ് സ്റ്റേജിലെ എക്കണോമിക്സ് ക്വസ്റ്റ്യൻസ് ആണ് ഈ അടുത്ത കാണുന്ന എന്താണ് 4 ക്വസ്റ്റ്യൻസ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് FRBM ആക്ടിനെ പറ്റിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. FRBM ആക്ടിനെ പറ്റിയാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു മാത്തമെറ്റിക്കൽ ആയിട്ടുള്ള ഒരു കണക്കാണല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കാൽക്കുലേറ്റ് ദി NNP എന്താണ്? നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് ഫ്രം ദി ഫോളോയിങ് ഡേറ്റ. ആ പറയുന്ന താഴെ തന്നിരിക്കുന്ന ഡേറ്റയിൽ നിന്ന് എന്താണ് NNP കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എഗെയിൻ ഇതെന്താണ്? നമ്മുടെ നാഷണൽ ഇൻകം എന്ന് പറയുന്ന എന്താണ് ടോപ്പിക്കിൽ നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് അടുത്തത് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ്? മോണിറ്ററി പോളിസിയാണ് അടുത്ത
ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ. ദെൻ എന്താണ് നമ്മുടെ എന്താണ് 5 ഇയർ പ്ലാൻസ് അല്ലെ, 5 ഇയർ പ്ലാൻസിനെ പറ്റിയാണ് എന്ത് ചോദിച്ചിരിക്കുന്നത് അല്ലെ. എമംഗ് ദി മേജർ ഒബ്ജക്റ്റീവ്സ് ഓഫ് സം 5 ഇയർ പ്ലാൻസ് ഇൻ ഇന്ത്യ വിച്ച് വൺ ഈസ് ഇൻ ദ കറക്റ്റ് ക്രോണോളജി. അതിനെന്താണ് എന്താണ് റാൻഡമായിട്ട് തന്നിട്ടുള്ള ആൾക്കാരെ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡറിലാക്കി പറയാനാണ് അതിൻ്റെ ഈ 4 ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ 2021 സെക്കൻഡ് സ്റ്റേജിലെ എന്താണ് ഡിഗ്രി എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ +2 ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അവിടെ എന്താണ് അവിടെ ചോദിച്ചിട്ടുള്ള പ്രിലിമിനറി എക്സാമിന് +2 ലെവൽ പ്രിലിമിനറി എക്സാമിന് 2022 നടന്നിട്ടുള്ളത്. ആദ്യത്തെ ചോദ്യം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മുടെ മോണിറ്ററി പോളിസിയെ പറ്റിയാണ് അല്ലെ, മോണിറ്ററി പോളിസിയെ പറ്റിയാണ് എന്താണ് ഈ ക്വസ്റ്റ്യന് മോണിറ്ററി പോളിസിയെ പറ്റിയാണ്. എഗെയിൻ താഴെ പറയുന്ന എന്താണ് ഇൻഫ്ലേഷൻ, നമ്മുടെ ഫിസ്ക്കൽ പോളിസിയെ പറ്റിയാണ് 22ാമത്തെ. ഇതും എന്താണ് +2 ലെവൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഫിസ്ക്കൽ പോളിസിയെ പറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി എന്താണ് ഇത് റാൻഡം ആയിട്ടുള്ള എന്താണ് നമ്മുടെ പല ഭാഗങ്ങളിൽ നിന്നായിട്ടുള്ള ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്നല്ല, പല ഭാഗങ്ങളിൽ നിന്നായി വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. ഇനി താഴെ പറയുന്നത് എന്താണ് നമ്മുടെ ആ ഒരു ടാക്സ് അല്ലേ, ടാക്സേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളതാണ്. ഇനി നമുക്കറിയാം എടുത്ത് ഇന്ത്യയിൽ പണനയം, മോണിറ്ററി പോളിസിയെ പറയുന്ന മറ്റൊരു പേരാണ് പണനയം എന്ന് പറയുന്നത്. അപ്പോൾ അത് നടപ്പിലാക്കുന്ന അതോറിറ്റി ഏതെന്നാണ് ചോദിച്ചാൽ പിന്നെയും +2 ലെവൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇനി കമ്മി ബഡ്ജറ്റ്, ഫിസ്ക്കൽ എന്താണ് നമ്മുടെ ബഡ്ജറ്റ് മാനേജ്മെന്റ് അല്ലെ, ബഡ്ജറ്റ് മാനേജ്മെന്റ് ആ ഒരു ഏരിയയിൽ വന്നിട്ടുള്ളതാണ്. ദെൻ GSTയെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ഇനി എഗെയിൻ എന്താണ് നമ്മുടെ നാഷണൽ ഇൻകം എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ അല്ലേ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞ സമയത്ത് അല്ലേ, നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ എന്താണ് ഞാൻ ആദ്യമേ എന്ത് ചെയ്യാണ് മുഴുവൻ ക്വസ്റ്റ്യൻസിനെയും എന്താണ് ജസ്റ്റ് പറഞ്ഞതാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്ന് കൂടുതലായി ക്വസ്റ്റ്യൻസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു അല്ലേ. നമുക്ക് ഇതുവരെ നടന്നിട്ടുള്ള ഇതിപ്പോൾ എന്താണ് ഞാനൊരു 4-5 ക്വസ്റ്റ്യൻ പേപ്പറാണ് പ്രീവിയസ് ഇയർ 2021-22 കാലങ്ങളിൽ നടന്നിട്ടുള്ള എന്താണ് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എടുത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇനി ബാക്കിയുള്ള എക്സാം നമ്മൾ അടുത്ത ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ എന്താണ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് എക്സാം ഏത് ലെവലോ ആയിക്കോട്ടെ, ഡിഗ്രി ആയിക്കോട്ടെ, വെദർ ഇറ്റ് ഈസ് ഡിഗ്രി ഓർ ഇറ്റ് ഈസ് +2 ലെവൽ, ഇനിയിപ്പോൾ ഏത് ലെവൽ ഒരു എക്സാം ആണെന്നുണ്ടെങ്കിലും നമ്മൾ എന്താണ് നാഷണൽ ഇൻകം എന്ന് പറയുന്ന ആ ഏരിയയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് സ്ഥിരമായി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. നാഷണൽ ഇൻകം എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് സ്ഥിരമായി ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ടതാണ് മോണിറ്ററി പോളിസി അല്ലേ, മോണിറ്ററി പോളിസി. അപ്പോൾ ഒരു എക്സാമിന് തന്നെ ചിലപ്പോൾ എന്താണ് 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ എന്തൊക്കെയാണ് മോണിറ്ററി പോളിസീസ്, അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നല്ലതായിട്ടുള്ള എന്താണ് നമുക്ക് ഒരു ഐഡിയ വേണം. സിമിലർലി നാഷണൽ ഇൻകം എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ വരുന്ന എല്ലാ ഇക്വേഷൻസും നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ എന്താണ് അതെന്ത് ചെയ്യണം, അത് എന്താണ് ഈവൻ ഇക്വേഷൻ മാത്രമായിട്ടും അല്ല, അത് ആപ്ലിക്കേഷൻ ലെവലിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് അത് അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാനുള്ള രീതിയിൽ നമുക്ക് ചോദ്യങ്ങൾ വരുന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു ഏരിയ വളരെ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പോൾ കുറേ ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിന് ആൻസർ പറഞ്ഞിട്ടുണ്ട്. കുറേ ആൾക്കാർ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഇതിൻ്റെ ആൻസർ എ ആണ് കേട്ടോ. ഇതിൻ്റെ ആൻസർ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് എ ആണ്. GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് എന്നുള്ളതാണ് GDP അറ്റ് ഫാക്ടർ കോസ്റ്റ്. അപ്പോൾ ഇതിലേക്ക് എത്തിപ്പെടണമെന്നാണ് ഈ ഇക്വേഷൻ നമ്മൾ കാണാതെ പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും മറന്നു പോകും എന്നുള്ള കാര്യത്തിൽ ഒരു ഇതുമില്ല. നമ്മൾ എന്ത് ചെയ്യും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ പോകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം പഠിക്കുമ്പോൾ നമ്മൾ വളരെ വൃത്തിക്ക് എന്ത് ചെയ്യുക പഠിച്ചു വരിക. അപ്പം നമുക്ക് നോക്കാം എങ്ങനെ വന്നു എന്നറിയണ്ടേ. GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത് GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് എന്നുള്ളത് എങ്ങനെ വന്നു എന്നറിയണ്ടേ. എങ്ങനെയാണത് വന്നത്? എന്താണ് GDP? ഒരു രാജ്യത്തിൻ്റെ GDP എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്,
ഒരു രാജ്യത്തിന്റെ GDP നമുക്ക് എന്താ ഇന്ത്യയുടെ GDP എന്നതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണ്? ഇന്ത്യയുടെ GDP എന്ന എന്തല്ലേ GDP ഓഫ് ഇന്ത്യ എന്നുള്ളൊരു കാര്യം കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്ന എന്താണ്? എനിക്കൊന്ന് പറഞ്ഞു തരൂ. എന്താണ് GDP? എന്താണ് GDP? എന്താണ് GDP? GDP എന്താണ്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ് അല്ലേ? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്നാണ് നമ്മുടെ GDPയുടെ എന്താണ് ഫുൾ ഫോം അല്ലേ? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അല്ലേ? അപ്പോൾ എന്തോ ഉൽപ്പന്നമാണ് അല്ലേ? മൊത്തം ഗ്രോസ് എന്ന് പറയുമ്പോൾ മൊത്തമാണ് അല്ലേ? മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം അല്ലേ? അതല്ലേ GDP എന്ന് പറയുന്നത്. അപ്പൊ ആ വാക്കിലുണ്ടല്ലേ ആഭ്യന്തരം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബൗണ്ടറി അല്ലേ? നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ എന്താണ് ഫിസിക്കൽ ബൗണ്ടറീസിനകത്ത് എന്താണ് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള ദിവസങ്ങൾ. അതായത് നമ്മുടെ എന്താണ് ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ബൗണ്ടറി, നമ്മുടെ ഇന്ത്യയുടെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടുള്ള ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ആകെ തുകയാണ് എന്ത് നമ്മുടെ GDP എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് നമ്മുടെ ഇന്ത്യയുടെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ എന്താണ് ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഫൈനൽ ഗുഡ്സ് ആ വേർഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈനൽ ഗുഡ്സ് അല്ലേ? ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ആകെ തുകയാണ് നമ്മൾ എന്ത് പറയുന്നത്? GDP അല്ലെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ഫൈനൽ ഗുഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? യെസ്, ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ എപ്പോ? ഇൻ വൺ ഫിനാൻഷ്യൽ ഇയർ അല്ലെ? ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഫിനാൻഷ്യൽ ഇയറിലാണ് നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലേ? അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഡൊമസ്റ്റിക് എന്ന് പറയുന്ന ഒരു വാക്ക്, നമ്മുടെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ നിന്ന് ഉള്ള വാക്ക്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഡൗട്ട് തോന്നും അല്ലേ? എന്താണ് നമുക്ക് ഡൗട്ട് തോന്നുന്നത്? ഇപ്പം ഞാൻ എന്ത് ചെയ്യാണ്? കുറച്ച് എക്സാമ്പിൾ എടുക്കുകയാണ്. അപ്പോൾ എന്താണ് ഞാൻ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് എന്ത് ചെയ്യാണ്? ഒരു വർഷത്തിൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ എന്ത് ചെയ്തു? ആകെ 10 കിലോ ഗോതമ്പ് വീറ്റ് എന്ത് ചെയ്തു? ഉൽപ്പാദിപ്പിച്ചു. ആകെ 10 കിലോ വീറ്റ് ഉൽപ്പാദിപ്പിച്ചു. അപ്പൊ 1 കിലോയ്ക്ക് 10 രൂപ എന്നുള്ള നിരക്ക്. 1 കിലോയ്ക്ക് 10 രൂപയാണ്. 1 കിലോ വീറ്റിന് 10 രൂപയാണ്. അപ്പൊ ടോട്ടൽ എത്രയാണ് നമ്മുടെ വീറ്റ് കിട്ടിയത്? 100 രൂപ അല്ലേ? 100 രൂപയാണ് നമ്മുടെ വീറ്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്തത്? പ്രൊഡ്യൂസ് ചെയ്ത പൈസ എന്ന് പറയുന്നത് 100 രൂപയാണ്. ഇനി ഞാൻ എന്ത് ചെയ്തു? ഒരു 10 ലിറ്റർ നമ്മുടെ ഒരു 10 ലിറ്റർ, ഈ 10 എന്ന് പറയുന്നത് നമുക്ക് എളുപ്പത്തിനുണ്ട് കേട്ടോ. 10 ലിറ്റർ മിൽക്ക് ഞാൻ പ്രൊഡ്യൂസ് ചെയ്തു. പശു പ്രൊഡ്യൂസ് ചെയ്തു. പശു എന്ത് ചെയ്തു? പ്രൊഡ്യൂസ് ചെയ്തു. അതിനും എന്താണ്? 1 ലിറ്ററിന് 10 രൂപയാണ് വരുന്നത്. അങ്ങനെ ടോട്ടൽ എന്ത് ചെയ്തു? 100 രൂപ അല്ലേ? 100 രൂപയുടെ എന്താണ് നമ്മുടെ പാലും എന്ത് ചെയ്തു? ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്തു? ഒരു 10 കിലോ അല്ലേ? 10 കിലോ സ്ട്രോബെറി എന്ത് ചെയ്തു? ഉൽപ്പാദിപ്പിച്ചു. സ്ട്രോബെറി എന്ത് ചെയ്തു? അല്ലെങ്കിൽ സ്ട്രോബെറി വേണ്ട, ഞാൻ എന്ത് ചെയ്തു? എൻ്റെ രാജ്യത്ത് ഒരു 10 സ്കൂട്ടറുകൾ അല്ലെ, ഇലക്ട്രിക് സ്കൂട്ടറുകൾ, EV സ്കൂട്ടറുകൾ എന്ത് ചെയ്തു? ഉൽപ്പാദിപ്പിച്ചു. എന്ത് ചെയ്തു? പ്രൊഡ്യൂസ് ചെയ്തു. ആകെ മൊത്തം ഒരു 10 EVs പ്രൊഡ്യൂസ് ചെയ്തു. ഓരോ EVക്കും 10 രൂപ വെച്ചിട്ട് 100 രൂപയ്ക്ക് EV പ്രൊഡ്യൂസ് ചെയ്തു. ഇനി ഞാൻ ഈ EVക്ക് ഞാനൊരു 10 ടയർ എടുക്കുകയാണ്. 10 ടയറിനും 10 രൂപ വെച്ചിട്ട് 100 രൂപയ്ക്ക് ടയറുകളും 100 രൂപയ്ക്ക്
ടയറുകളും എന്ത് ചെയ്തു, ഉൽപ്പാദിപ്പിച്ചു. 100 രൂപയ്ക്ക് അതാണ് എൻ്റെ രാജ്യത്ത്, നമ്മുടെ രാജ്യത്ത് ഒരു വർഷം, ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമ്മുടെ ഡൊമസ്റ്റിക് അല്ലെ, നമ്മുടെ മൊത്തം രാജ്യത്തെ ആഭ്യന്തര ഉൽപാദനത്തിനെ പറ്റിയാണ് പറയുന്നത്. 10 കിലോ ഗോതമ്പ്, 10 ലിറ്റർ പാല്, ഒരു 10 EV ഇലക്ട്രിക് വെഹിക്കിൾസ് ഉണ്ടാക്കി, അതുപോലെ തന്നെ 10 ടയറും ഉണ്ടാക്കി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ GDP എത്രയായിരിക്കും? നമ്മുടെ ഈ ഒരു എന്താണ് ഫിനാൻഷ്യൽ ഇയറിലെ GDP എത്രയായിരിക്കും? ഒരു ഫിനാൻഷ്യൽ ഇയറിലെ ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ ഇപ്പം എന്താണ് നമ്മുടെ 2022-23 കാലഘട്ടത്തിലാണ്, 2022-23 ഫിനാൻഷ്യൽ ഇയറിലാണ് ഇത്രയും സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചതെന്നിരിക്കട്ടെ. ആ ഫിനാൻഷ്യൽ ഇയറിൽ അവിടെ ടോട്ടലാണ് ഇത്രയും ഉണ്ടായിട്ടുള്ളൂ. ആ ഫിനാൻഷ്യൽ ഇയറിലെ മൊത്തം GDP എത്രയായിരിക്കണം? അല്ലെങ്കിൽ നാഷണൽ ഇൻകം എത്രയായിരിക്കണം? നാഷണൽ ഇൻകം അല്ലെങ്കിൽ GDP എന്ന് പറയുന്നത് എത്രയായിരിക്കണം? എത്രയാണ്? കമന്റ് ചെയ്യൂ. യെസ്, ഒരാള് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളെല്ലാവരും കോൺസെപ്റ്റ് നല്ല ക്ലിയർ ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലേ? ഓക്കെ, ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് ഇതെല്ലാം എന്ത് ചെയ്യും? ഒരുമിച്ച് കൂട്ടി വെക്കാനുള്ളതാണ് നമ്മുടെ എന്താണ് ഒരു ടെൻഡൻസി അല്ലേ? ടെൻഡൻസി എന്ന് പറയുന്നത് എല്ലാം എന്താണ്? സ്വാഭാവികമായി നമ്മൾ എന്ത് ചെയ്യും? എല്ലാം കൂടെ കൂട്ടി വെക്കും. പക്ഷെ ഇവിടെ നോക്കടാ, നമ്മുടെ വീറ്റ് ഓക്കെ അല്ലേ? നമ്മുടെ വീറ്റിന്റെ പ്രൊഡക്ഷൻ നമ്മൾ എടുത്തു. മിൽക്ക് ഓക്കെ, ഞാൻ പ്രൊഡക്ഷൻ എടുത്തു. ഇനി നോക്ക്, ഇവിടെ എന്താണ് 10 എന്താണ് EV അല്ലെ, 100 രൂപ ഓക്കെ എടുത്തു. ഇനി ഞാനിവിടെ 10 ടയറിന്റെ കാര്യം പറഞ്ഞു അല്ലെ, 10 ടയറിന്റെ കാര്യം പറഞ്ഞു. ഓരോ ടയറിനും 10 രൂപ, 100 രൂപയാണ് എന്താണ് ടോട്ടൽ പ്രൊഡക്ഷൻ അല്ലെ? അവിടെ ഉണ്ടായ ആകെ എന്താണ് പൈസ എന്ന് പറയുന്നത് 100 രൂപയാണ്. പക്ഷെ ഈ എൻ്റെ ഈ ടയർ എന്ന് പറയുന്നത് ഒരു ഫൈനൽ പ്രോഡക്റ്റ് ആണോ? അല്ലല്ലേ. നമ്മൾ ടയർ എന്ത് ചെയ്യാണ്? നമ്മുടെ വാഹനങ്ങളിലല്ലേ ഉപയോഗിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ടയറിന്റെ പൈസ ഈ വാഹനങ്ങളിൽ ഇൻക്ലൂഡഡ് അല്ലേ? ഈ വാഹനങ്ങളിൽ ഇൻക്ലൂഡഡ് ആവണ്ടേ? വാഹനം അല്ലെങ്കിൽ ഒരു വണ്ടി എന്ന് പറയുന്ന ഒരു ഫൈനൽ പ്രോഡക്റ്റ് ആണ് അല്ലേ? ഒരു ഫൈനൽ പ്രോഡക്റ്റ് ആണ്. അപ്പൊ എന്താണ് ആ ടയർ നമ്മൾ ഉൽപ്പാദിപ്പിച്ച, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ആ രാജ്യത്ത് ഡൊമസ്റ്റിക് ആയിട്ട് ഉൽപ്പാദിപ്പിച്ച ടയറിന്റെ പൈസ കൂടി ഇൻക്ലൂഡഡ് ആയിട്ടല്ലേ നമുക്ക് വണ്ടി കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഈ EVയുടെ അല്ലെങ്കിൽ നമ്മുടെ ഈ വാഹനത്തിന്റെ പൈസ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ടയറിന്റെ പൈസ എക്സ്ട്രാ പിന്നെയും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ല. കാരണം ഇതൊരു ഫൈനൽ ഗുഡ് അല്ല, അല്ലേ? ഇതൊരു ഇന്റർമീഡിയറ്റ് ഗുഡ് ആണ് അല്ലെ? ഒരു ഇന്റർമീഡിയറ്റ് ഗുഡ് ആണ്. ഇപ്പൊ സിമിലർ കേസിൽ നമ്മൾ എന്താണ്, ഞാനിവിടെ എന്താണ് 10 കിലോ വീറ്റിന്റെ കേസ് എന്താണ് എടുത്തു അല്ലെ? ഇനി ഞാനൊരു 10 പാക്കറ്റ് ബ്രെഡ് ആണ് എടുത്തെന്നിരിക്കട്ടെ. 10 പാക്കറ്റ് ബ്രെഡ് അല്ലേ? ഒരു ബ്രെഡ് എടുത്തു, ഓരോ പാക്കറ്റിനും 10 രൂപ വെച്ചിട്ട് 100 രൂപ അങ്ങനെ വന്നെന്നിരിക്കട്ടെ. അങ്ങനെ ഞാൻ ഈ 100 രൂപയുടെ ബ്രെഡിന്റെ പൈസ എൻ്റെ എന്താണ് ഇൻകത്തിൽ അല്ലെങ്കിൽ എൻ്റെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ 10 കിലോ വീറ്റിന്റെ അല്ലെങ്കിൽ ഗോതമ്പിന്റെ പൈസ ഞാൻ അവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ? ഞാനിപ്പോ എന്താണ് എൻ്റെ മുറുക്ക്, ഞാനിപ്പോ നേരത്തെ പറഞ്ഞ ആ മുറുക്ക് വിൽക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും? എൻ്റെ റോ മെറ്റീരിയൽസിന്റെ ആയിട്ടുള്ള മാവിന്റെ, എണ്ണയുടെ, വൈദ്യുതിയുടെ ഇങ്ങനെയുള്ള എല്ലാ പൈസകളും എന്ത് ചെയ്തു കൂട്ടിയതിന് ശേഷമല്ലേ ഞാനിത് വിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോ ഞാനിത് സെപ്പറേറ്റ് ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? രണ്ടാമത് വീണ്ടും ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഓക്കെ ആണോ? യെസ്, ഓക്കെ. കാണാനും കേൾക്കാനും കഴിയുന്നുണ്ടല്ലോ അല്ലേ? ആരും ഒന്നും മിണ്ടാതിരുന്നത് കൊണ്ടാണ് പിന്നെ ചോദിച്ചത് അല്ലെ? ആവശ്യമില്ല. അപ്പൊ നമ്മൾ എന്താണ് ഈ ടയറിന്റെ പൈസ എന്ത് ചെയ്യില്ല, ഇവിടെ കൂട്ടൂല. അപ്പൊ നമ്മുടെ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് എന്താണ്? 300 രൂപയായിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, കണക്കാക്കാൻ വേണ്ടിയിട്ട്
കഴിയുള്ളൂ. 300 രൂപയായിട്ട് നമ്മുടെ GDP എന്ത് ചെയ്യുള്ളൂ, നമ്മൾ കണക്കാക്കുള്ളൂ. നമ്മുടെ GDP 300 രൂപയാണ് ഈ കേസിൽ, അല്ലേ? ഇതിൽ ഡൗട്ട് ഉണ്ടോ? ഇതിൽ ഡൗട്ട് ഉണ്ട്. എങ്ങനെയാണ് ഇത് വന്നതെന്ന് മനസ്സിലായോ? നമ്മുടെ ആ ഒരു ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ് എന്നുള്ള ആ വാക്കിലാണ്, അല്ലെ? ഫൈനലായിട്ട് വരുന്ന പ്രോഡക്റ്റിന്റെ പൈസയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ നാഷണൽ ഇൻകം കൗണ്ട് ചെയ്യുന്ന സമയത്ത് അതിനകത്തേക്ക് എന്ത് ചെയ്യുന്നത്, കൗണ്ട് ചെയ്യുന്നത്. അപ്പൊ എന്താണ്, നമ്മുടെ GDP എന്ന് പറയുന്നത് 300 രൂപയായിട്ട് ഇരിക്കും. 300 രൂപയായിട്ട് ഇരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ ഇനി എന്താണ് നമ്മുടെ GDPയുടെ കേസ് പറഞ്ഞല്ലേ, GDPയുടെ കേസ് ഞാൻ എന്ത് ചെയ്തു, പറഞ്ഞു. നമ്മുടെ GDP എങ്ങനെയാണ്, ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസിന്റെ കാര്യമാണ് GDPയുടെ കേസിൽ എന്താണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഇനി നെക്സ്റ്റ് എന്താണ്, നമ്മുടെ ഈ ഒരു ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് എന്താണ്, ഈ പുറം രാജ്യങ്ങളിൽ നിന്ന് നേപ്പാളിൽ നിന്നും ഭൂട്ടാനിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ രാജ്യത്ത് വന്ന് ജോലി ചെയ്യുന്നുണ്ട്, അല്ലേ? അവരിവിടെ എന്ത് ചെയ്യുന്ന അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ, അല്ലെങ്കിൽ അവരുടെ പ്രോഡക്ട്സിന്റെ പൈസ നമ്മുടെ നാഷണൽ ഇൻകത്തിൽ കാൽക്കുലേറ്റ് ചെയ്യോ, കൗണ്ട് ചെയ്യോ? നമ്മുടെ നാഷണൽ ഇൻകത്തിൽ കൗണ്ട് ചെയ്യോ എന്നാണ് എൻ്റെ അടുത്ത ചോദ്യം. നമ്മുടെ ഇപ്പൊ അല്ലെ, അങ്ങനെ ചിന്തിക്കേണ്ട. നമുക്ക് വേറെ ഫോറിനേഴ്സ് വന്ന് ചിന്തിക്കുന്നല്ലേ. ഇപ്പൊ നമുക്കറിയാല്ലേ, ഫോക്സ് വാഗൺ എന്ന് പറയുന്ന ഒരു ജർമ്മൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാർ കമ്പനിയാണ്. അവർക്ക് ഇവിടെ ഒരു പ്രൊഡക്ഷൻ പ്ലാന്റ് ഉണ്ടെന്നിരിക്കട്ടെ. അവർക്ക് ഫോക്സ് വാഗൺ ഇന്ത്യയിൽ ഒരു പ്രൊഡക്ഷൻ പ്ലാന്റ് ഉണ്ട്. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്ന, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാർസ്, അല്ലെ, എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ബേസ് ജർമ്മൻ ഒറിജിൻ ആണ്. പക്ഷെ ഇന്ത്യയുടെ ഫിസിക്കൽ ബൗണ്ടറീസിനകത്ത് അവർ വന്ന് നമ്മുടെ കാറുകൾ പ്രൊഡ്യൂസ് ചെയ്ത് വിറ്റ് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഫൈനൽ പ്രോഡക്റ്റിന്റെ പൈസ നമ്മുടെ നാഷണൽ ഇൻകത്തിൽ കൗണ്ട് ചെയ്യോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. നമ്മുടെ നാഷണൽ ഇൻകത്തിൽ കൗണ്ട് ചെയ്യോ? യെസ് അല്ലേ, കൗണ്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ GDP എന്ന് പറയുന്ന ആളില് നമ്മുടെ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് വരുന്ന സമയത്ത് അത് ഇന്ത്യൻ നാഷണൽസിന്റെ മാത്രമല്ല, നമ്മുടെ നാഷണൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടെറിട്ടറിക്കകത്ത് ജീവിക്കുന്നവരാണ്, അവരുടെ മാത്രമല്ല, പ്ലസ് ഫോറിനേഴ്സ് ഇൻ ഇന്ത്യ, നമ്മുടെ ഇന്ത്യയിലുള്ള ഫോറിനേഴ്സിന്റെ പ്രൊഡക്ഷനും കൂടി എന്ത് ചെയ്യും, ആഡ് ചെയ്യുന്നു. അതും കൂടിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കൗണ്ട് ചെയ്ത് പറയുന്നത് എന്നെന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അതും കൂടി കൗണ്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അല്ലെങ്കിൽ GDP പറയുന്ന സമയത്ത് ഇന്ത്യക്കകത്തുള്ള ഇന്ത്യൻ ഫിസിക്കൽ ബൗണ്ടറീസിനകത്ത് ആരെന്ത് ചെയ്താലും, അത് ഫോറിനേഴ്സ് ആയിക്കോട്ടെ, ഇന്ത്യൻ സിറ്റിസൺ ആയിക്കോട്ടെ, ആരെന്ത് ചെയ്തു കഴിഞ്ഞാലും അതിന്റെ ആ ഫൈനൽ പ്രോഡക്റ്റിന്റെ പൈസ എന്ത് ചെയ്യും, നമ്മൾ ഈ ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതും കൗണ്ടും ചെയ്യും. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ GDP എന്താണെന്ന് ക്ലിയർ ആയി. അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ, ഇനി അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മുടെ GDPക്കകത്ത് ഫോറിനേഴ്സ് എന്ത് ചെയ്യണം, നമ്മുടെ ഇന്ത്യക്കകത്ത് എന്ത് ചെയ്യണം, ഉണ്ടാക്കുന്ന പൈസ നമ്മുടെ GDPയിൽ കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് തന്നെയാണ്. നമ്മുടെ GDPക്കകത്ത് അതും കൗണ്ട് ചെയ്യുന്നുണ്ട് എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഈ നമുക്ക് GDP ഓക്കെ ആയി, അല്ലേ? GDP ഓക്കെ ആയി. ഇനി നമ്മൾ പഠിക്കുന്ന മറ്റൊരു ആളാണ് GNP, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. ഇതെല്ലാം നമ്മൾ പ്രധാനമായിട്ട് 4 രീതിയിൽ നാഷണൽ ഇൻകം എന്ത് ചെയ്യും, ഈ ഇൻ കേസ് ഓഫ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്, നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് എന്നുള്ള രീതിയിൽ 4 രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ നാഷണൽ ഇൻകം കണക്കാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഓരോരുത്തരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യം പരിചയപ്പെടുന്നത്. അപ്പൊ ഇവിടെ GDP പറഞ്ഞു, രണ്ടാമതായി വരുന്ന ആളാണ് GNP, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് ആണ്, അല്ലെ? ഇവിടെ കുറച്ച് ദേശീയത കയറി വന്നല്ലേ, നാഷണലിസം, അല്ലെ? നമ്മുടെ നാഷണൽ ആയിട്ടുള്ള സാധനമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്കറിയാം, അല്ലെ? നമ്മുടെ സിറ്റിസൺസ്, അല്ലെ? ഇന്ത്യൻസ് നമുക്കറിയാലേ, UK പോയി വർക്ക് ചെയ്യുന്നവരുണ്ട്, US പോയി വർക്ക് ചെയ്യുന്നവരുണ്ട്, ഗൾഫ് നേഷൻസിൽ പോയി വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഇവരൊക്കെ
എന്താണ് വർക്ക് ചെയ്യുന്നുണ്ട്, അതെന്താണ് അവർക്ക് അവിടെ എന്താണ് പൈസ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. അവർ വർക്ക് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അവർക്ക് സാലറി ആണെങ്കിൽ അങ്ങനെ എന്താണ് അവർക്ക് ആ മണി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇവിടെ ഫോറിനേഴ്സ് വന്ന് വർക്ക് ചെയ്യുന്നത് പോലെ നമ്മുടെ നാട്ടുകാർ പുറം രാജ്യങ്ങളിൽ പോയി വർക്ക് ചെയ്യുന്ന കാശുണ്ട് അല്ലേ. ഇനി നമ്മുടെ എന്താണ് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റിനകത്ത് നമ്മുടെ നാഷണൽ ആണ് നോക്കുന്നത്. അതായത് അവിടെ എന്താണ് ശരിക്കും പറഞ്ഞ ഒരു ബൗണ്ടറി ഒന്നുമില്ല, ഒരു ഫിസിക്കൽ ബൗണ്ടറി അല്ല നോക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ നാഷണൽസ് എവിടെ ആയിക്കോട്ടെ, അത് യു എസിലായിക്കോട്ടെ, യു കെയിലായിക്കോട്ടെ, ഗൾഫിലായിക്കോട്ടെ, ആഫ്രിക്കയിലായിക്കോട്ടെ, ജപ്പാനിലായിക്കോട്ടെ, ഏത് രാജ്യത്തും ആയിക്കോട്ടെ, അവരെന്ത് ചെയ്യാണ്, നമ്മുടെ ഇന്ത്യൻ നാഷണൽ ആണെന്നുണ്ടെങ്കിൽ, അത് ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ അയാള് ഏതെങ്കിലും രാജ്യത്ത് എന്ത് ചെയ്യുന്ന ഉണ്ടാക്കുന്ന പൈസ അല്ലെ, അവര് പ്രൊഡ്യൂസ് ചെയ്യുന്ന പൈസ നമ്മുടെ എന്താണ് GNP എന്താണ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമ്മുടെ GDP അല്ലെ, GDP എന്ന് പറയുന്നതിനകത്ത് എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ ഈ ഒരു എന്താണ് നമ്മുടെ നാഷണൽസ് അല്ലെങ്കിൽ നമ്മുടെ സിറ്റിസൺസ് പുറം രാജ്യങ്ങളിൽ നിന്ന് വർക്ക് ചെയ്യുന്ന പൈസ എന്ത് ചെയ്യുന്നില്ല, കണക്കാക്കുന്നില്ല. അപ്പോൾ നമ്മുടെ GDPയോടൊപ്പം എന്ത് ചെയ്യണം, നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺസ് വർക്കിംഗ് എബ്രോഡ് അല്ലേ, അവരുടെ പൈസ എന്ത് ചെയ്തു ആഡ് ചെയ്താൽ എനിക്ക് GNP ആണോ കിട്ടുന്നത്? അല്ലല്ലേ. എൻ്റെ ഇന്ത്യയുടെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ പൈസ ഞാൻ എന്ത് ചെയ്തു ആദ്യം എഴുതി, അതിന്റെ ആകെത്തുക എഴുതി, പ്ലസ് ഞാൻ എന്ത് ചെയ്തു ഇന്ത്യൻ സിറ്റിസൺസ് പുറത്ത് വർക്ക് ചെയ്യുന്ന ഇന്ത്യൻ സിറ്റിസൺസിന്റെ വരുമാനം എഴുതി അല്ലേ. അപ്പോൾ എന്താണ് എനിക്ക് GNP കിട്ടണോ? അല്ല അല്ലേ. നമ്മുടെ നാഷണൽസ് പുറത്തു പോയി വർക്ക് ചെയ്യുന്നത് നമ്മൾ ഇവിടെ കൗണ്ട് ചെയ്യാണ്. അപ്പൊ എന്താണ് പുറം രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ആൾക്കാർ ഇന്ത്യയിൽ വർക്ക് ചെയ്യല്ലേ. അപ്പൊ എന്ത് ചെയ്യണം, അവരുടെ ഇൻകം അല്ലെ, ഫോറിനേഴ്സിന്റെ ഇൻകം, FI എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഫോറിനേഴ്സിന്റെ ഇൻകം എന്നുള്ളതാണ്. അപ്പൊ അവരുടെ ഇൻകം അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന പൈസ എന്ത് ചെയ്യണം, ഞാൻ എൻ്റെ GDPയിൽ നിന്ന് മൈനസ് ചെയ്യണം. അപ്പോൾ അവരുണ്ടാക്കുന്ന പൈസ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. ക്ലിയർ ആയോ? എന്താണ് കോൺസെപ്റ്റ് എന്ന് ക്ലിയർ ആയോ? ഇവിടെ ശരിക്കും പറഞ്ഞാൽ എന്താണ് നാഷണൽസിന്റെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മൾ ആ കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ എന്താണ് നമ്മുടെ GDP എന്ന് പറയുന്നത് ഡൊമസ്റ്റിക്കിലുള്ള എല്ലാ ആൾക്കാരും ആയല്ലേ, ഡൊമസ്റ്റിക്കിൽ പ്രൊഡ്യൂസ് ചെയ്ത എല്ലാ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെയും കാര്യം പറഞ്ഞു അല്ലേ, അയാൾ GDPയിലുണ്ട്. ഇനി അതിന്റെ കൂടെ ഇന്ത്യൻ സിറ്റിസൺസ് ഫോറിൻ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന പൈസ അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്ഷന്റെ കോസ്റ്റ് ആഡ് ചെയ്തു അല്ലേ. ഇനി GDPയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫോറിൻ സിറ്റിസൺസ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന പൈസ അല്ലെ, അവരുടെ പ്രൊഡക്ഷന്റെ അംശവും നമ്മുടെ GDPയിലുണ്ട്. അതെന്ത് ചെയ്യണം, നമുക്ക് ഇതിനടുത്ത് കളയണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഫോറിനേഴ്സിന്റെ ഇൻകം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഇതിൽ നിന്ന് മൈനസ് ചെയ്തു. ഇനി ഇത്രയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അല്ലെ, നമ്മുടെ ഫോറിനേഴ്സ് അല്ലെ ഇന്ത്യൻ സിറ്റിസൺസ് എന്ത് ചെയ്യുന്നത്, പുറത്ത് രാജ്യങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്ഷൻ മൈനസ് ഫോറിനേഴ്സ് ഇൻ ഇന്ത്യ അവരുണ്ടാക്കുന്ന നമ്മുടെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അവരുടെ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ കോസ്റ്റിനെ നമ്മൾ ഒഴിവാക്കും. അപ്പൊ അതിനെ നെറ്റ് ഇൻകം ഫ്രം എബ്രോഡ് NIFA എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു, നമ്മളതിനെ അബ്രിവേറ്റ് ചെയ്ത് എഴുതി. അപ്പോൾ GDP പ്ലസ് NIFA ഈസ് ഈക്വൽ ടു GNP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിന്റെ കൂടെ നെറ്റ് ഇൻകം ഫ്രം എബ്രോഡ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, GNP കിട്ടുന്നത് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, കുറച്ചുകൂടെ ഒരു വൈഡർ കോൺസെപ്റ്റ് ആണ് അല്ലേ. നമ്മുടെ ഇന്ത്യൻസ് എന്ത് ചെയ്യാണ്, പുറം രാജ്യങ്ങളിൽ പോയി വർക്ക് ചെയ്യുന്നു, അവരുടെ ഇൻകവും കൂടി നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ GDPയോടൊപ്പം ആഡ് ചെയ്യുന്നു. എന്നിട്ട് ഫോറിനേഴ്സ് നമ്മുടെ രാജ്യത്ത് നിന്ന് വർക്ക് ചെയ്യുന്ന അവരുടെ ഇൻകം എന്ത് ചെയ്തു, അതിൽ നിന്ന് മൈനസ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ കിട്ടിയ ആളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നെറ്റ് ഇൻകം ഫ്രം എബ്രോഡ് എന്നുള്ള രീതിയിൽ NIFA എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു എഴുതി. അപ്പൊ GDPയിൽ നിന്ന് NIFA എന്ത് ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്യുന്ന സമയത്ത് GDPയോടൊപ്പം NIFA ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, GNP ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് കിട്ടും. ഇനി NIFA എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം എന്നുണ്ടോ? ഇല്ല അല്ലേ. നമ്മുടെ രാജ്യത്തു നിന്നുള്ള ഫോറിനേഴ്സ് എന്ത് ചെയ്യാണ്, ഇവിടെ നിന്ന് എന്ത് ചെയ്യാണ്, ഒരു വർഷം ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 100
100 രൂപയാണ് എന്ത് ചെയ്യുന്നത് ഉണ്ടാക്കുന്നത്. ഫോറിനേഴ്സ് നമ്മുടെ രാജ്യത്ത് വെച്ചിട്ട് 100 രൂപ ഉണ്ടാക്കുന്നു. എന്നാൽ ഇന്ത്യൻ സിറ്റിസൺസ് പുറം രാജ്യങ്ങളിൽ നിന്ന് എന്ത് ചെയ്യണം, ഒരു 150 രൂപയാണ് എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നിരിക്കട്ടെ. നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യുന്ന ഫോറിനേഴ്സ് 100 രൂപയും നമ്മുടെ ഇന്ത്യൻസ് പുറം രാജ്യങ്ങളിൽ വർക്ക് ചെയ്ത് 150 രൂപ 150 റുപ്പീസ് ഉണ്ടാക്കുകയാണ്. അപ്പൊ NIFA എത്രയാവും? NIFA എന്ന് പറയുന്നത് 150 മൈനസ് 100 അല്ലെ, 150 മൈനസ് 100 എന്നുള്ളതാണ്. അപ്പൊ എന്താണ്, നമുക്ക് പോസിറ്റീവ് ആയിട്ടൊരു 50 അല്ലെ, പോസിറ്റീവ് ആയിട്ടുള്ള NIFA എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടിയത് അല്ലെ. NIFA എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ GNP ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, GDP യെ കഴിഞ്ഞും എന്തായിരിക്കും, വലുതായിരിക്കും. ഇഫ് NIFA ഈസ് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, GNP ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിനെ കഴിഞ്ഞും എന്തായിരിക്കും, എപ്പോഴും കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് നെഗറ്റീവ് ആയിക്കൂടെ? ഇനി നമ്മുടെ ഇന്ത്യൻസിന് 50 രൂപ ഉണ്ടാക്കാൻ കഴിഞ്ഞുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താവും, ഈ പോസിറ്റീവ് മാറി എന്തായി, നമ്മുടെ NIFA എന്ന് പറയുന്നത് നെഗറ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെ, നമ്മുടെ NIFA നെഗറ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, GNP GDP യെ കഴിഞ്ഞും ചെറുതാവും. ഇനി NIFA എന്ന് പറയുന്നത് 0 ആണെന്നുണ്ടെങ്കിൽ GDP ഈസ് ഈക്വൽ ടു GNP ആയിരിക്കും. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? കോൺസെപ്റ്റ് ക്ലിയർ ആയോ? എന്താണ് GDP, എന്താണ് GNP, അവരെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് എന്ത് ചോദ്യം. എന്താണ്, അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഓക്കെ ആണോ? നമ്മൾ GNPയുടെയും GDPയുടെയും കാര്യം പറഞ്ഞു അല്ലേ? ഓക്കെ, നമ്മൾ എന്താണ് ഗ്രോസ് മൊത്തം ആഭ്യന്തര ഉൽപാദനത്തെ പറ്റിയും അതുപോലെ തന്നെ എന്താണ് മൊത്തം ദേശീയ ഉൽപാദനത്തെ പറ്റിയും, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റും ഡൊമസ്റ്റിക് പ്രൊഡക്റ്റും മൊത്തം ആഭ്യന്തര ഉൽപാദനവും മൊത്തം ദേശീയ ഉൽപാദനവും നമ്മൾ എന്ത് ചെയ്തു, പറഞ്ഞു. ഇനി എന്താണ്, നമുക്ക് 2 ആൾക്കാരെ കൂടി എന്ത് ചെയ്യാനുണ്ട്, പറയാനുണ്ട്. അപ്പൊ അവരെന്താണ്, നമ്മൾ ഈ പറഞ്ഞ കേസുകളിലൊന്നും ഈ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എടുത്തപ്പോഴും ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എടുത്തപ്പോഴും എന്ത് ചെയ്യും, നമ്മൾ വിട്ടുപോയ കുറച്ച് ആൾക്കാരുണ്ട്. എന്താണത്? ഇപ്പൊ ഞാൻ വീണ്ടും എൻ്റെ മുറുക്ക് കമ്പനിയിലേക്ക് വരികയാണ്. മുറുക്ക് കമ്പനിയിൽ വന്നിട്ട് ഞാൻ എൻ്റെ ഒരു 10 കൊല്ലമായ കമ്പനിയാണെന്ന് ഇരിക്കട്ടെ, എൻ്റെ ഒരു 10 കൊല്ലമായിട്ടുള്ള കമ്പനിയാണ് അല്ലേ. അപ്പൊ ഞാൻ അവിടെ ഉപയോഗിക്കുന്ന എൻ്റെ ക്യാപിറ്റൽ ഗുഡ്സിന് എന്ത് ചെയ്യാം, വിയർ ആൻഡ് ടിയർ സംഭവിക്കാം അല്ലേ. അവിടെ ഡിപ്രീസിയേഷൻ, വില കുറയും അല്ലേ. അപ്പൊ ഞാനിപ്പോ ഇന്നൊരു ഒരു കാറ് വാങ്ങി, നാളെ അത് കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു 2 കൊല്ലം കഴിഞ്ഞിട്ട് അത് ഞാൻ വിൽക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ വാങ്ങിയ പൈസ കിട്ടുമോ? ഇല്ല അല്ലേ, ഡിപ്രീഷിയേറ്റ് ചെയ്യും. കാര്യം എന്താണ്, അതിന് വിയർ ആൻഡ് ടിയർ ഉണ്ടല്ലേ. ഞാൻ ഉപയോഗിച്ചത് കൊണ്ട്, ഞാൻ യൂസ് ചെയ്തത് കൊണ്ട് ആ ഒരു പ്രോഡക്റ്റ്, ഞാൻ വാങ്ങിയ ആ ഒരു പ്രോഡക്റ്റിന് ഡിപ്രീസിയേഷൻ സംഭവിച്ചു അല്ലേ. വിയർ ആൻഡ് ടിയർ സംഭവിച്ചു, ഡിപ്രീസിയേഷൻ സംഭവിച്ചു. അപ്പൊ നമ്മൾ ആ ഒരു കാര്യം ഈ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് നോക്കിയ സമയത്തും ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് നോക്കിയ സമയത്തും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഈ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഈ ഒരു സാധനത്തെ പറ്റി, ഈ നമ്മുടെ ക്യാപിറ്റൽ ഗുഡ്സിനുണ്ടാകുന്ന വിയർ ആൻഡ് ടിയറിനെ പറ്റി നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, സംസാരിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഒരാളെ പറ്റി പറയാണ്, NDP, അതായത് നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അല്ലെങ്കിൽ അറ്റ ആഭ്യന്തര ഉൽപ്പന്നം അല്ലെ, അതെടുക്കുകയാണേ. അപ്പൊ ഈ നെറ്റ് എന്ന് പറയുന്ന ഒരു ടേമിലേക്ക്, അല്ലെങ്കിൽ എനിക്ക് GDP, പക്ഷെ എൻ്റെ കയ്യിൽ GDP അല്ലേ ഉള്ളൂ, എനിക്കിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ GDPയിൽ നിന്ന് ഞാൻ എൻ്റെ ക്യാപിറ്റൽ ഗുഡ്സിന് സംഭവിച്ചിട്ടുള്ള, അല്ലെങ്കിൽ എൻ്റെ ക്യാപിറ്റലിന് സംഭവിച്ചിട്ടുള്ള ഡിപ്രീസിയേഷന് മൈനസ് ചെയ്യുന്ന സമയത്ത്, അതിനെ GDPയിൽ നിന്ന് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഈ ഒരു വാല്യൂ എന്ത് ചെയ്യുന്ന, കുറയ്ക്കുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന ആളാണ് നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ക്ലിയർ ആയോ? നെറ്റ് ഡൊമസ്റ്റിക്, അതായത് എൻ്റെ GDPയിൽ നിന്ന് എൻ്റെ ക്യാപിറ്റൽ ഗുഡ്സിനുണ്ടായ
എന്ത് വിയർ ആൻഡ് ടിയർ അല്ലെ, നമ്മൾ GDP കാൽക്കുലേറ്റ് ചെയ്ത സമയത്തും GNP കാൽക്കുലേറ്റ് ചെയ്ത സമയത്തും നമ്മൾ എന്ത് ചെയ്തില്ല, അങ്ങനെ ഒരാളിനെ പറ്റിയില്ല, ഈ വിയർ ആൻഡ് ടിയറിനെ പറ്റി നമ്മൾ എന്ത് ചെയ്തില്ല, പറഞ്ഞിട്ടില്ല അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അവരെയും കൂടി എന്ത് ചെയ്യണം, ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിക്കണം. അവരും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് ടേക്ക് പാർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ, നമ്മുടെ എന്താണ് പ്രൊഡക്ഷനിൽ ടേക്ക് പാർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അവരെ കൂടി ഇതിനകത്തേക്ക് എന്താണ് ഈ ഇക്വേഷനിലേക്ക് അവരെ കൂടി നമ്മൾ എന്ത് ചെയ്തു, കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അങ്ങനെ നമുക്ക് കിട്ടിയല്ലേ, നമുക്ക് കിട്ടി എന്താണ് GDP-യിൽ നിന്ന്, നമ്മുടെ GDP-യിൽ നിന്ന് എന്താണ് ഡിപ്രീസിയേഷൻ, ക്യാപിറ്റൽ അസറ്റ്സിനുണ്ടായ ലൈക്ക് മെഷീനറി, വെഹിക്കിൾസ്, ഹൗസിങ്, ഇങ്ങനെയുള്ള എന്താണ് സാധനങ്ങൾക്കുണ്ടായ വിയർ ആൻഡ് ടിയർ അല്ലെങ്കിൽ ഡിപ്രീസിയേഷനെ മൈനസ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി, നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അല്ലെങ്കിൽ അറ്റ ആഭ്യന്തര ഉൽപ്പന്നം കിട്ടി. അറ്റ ആഭ്യന്തര ഉൽപ്പന്നം കിട്ടി. ഇനി ഒരാളും കൂടെ ഉണ്ടല്ലേ, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്. നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്. അപ്പോൾ നമ്മുടെ എന്താണ് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്. അപ്പൊ NNP ആണ് എന്താണ് നമ്മൾ അടുത്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്. അതെന്താണ്, അറ്റ ദേശീയ ഉൽപ്പന്നം. അതെന്താണ് GNP-യിൽ നിന്ന് അല്ലെ, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റിൽ നിന്ന്. കോൺസെപ്റ്റ് എല്ലാം ഈ എന്താണ് നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിന്റെയും നെറ്റ് നാഷണൽ പ്രോഡക്റ്റിന്റെ ഒക്കെ എന്താണ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് GDP-ക്കും GNP-ക്കും ഈക്വലന്റ് ആണ്. അതിൽ നിന്ന് നമ്മൾ എന്താണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഫാക്ടർ മാത്രം മൈനസ് ചെയ്യുന്ന എന്താണ് എന്താണ് അവിടെ ഉണ്ടായ വിയർ ആൻഡ് ടിയറിനെ മാത്രം നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് കണ്ടുപിടിക്കുമ്പോഴാണ് അത് നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആയിട്ടും നെറ്റ് എന്താണ് നാഷണൽ പ്രോഡക്റ്റ് ആയിട്ടും മാറുന്നത്. നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നത്. അപ്പൊ ഇത്രയും ഭാഗത്ത് അല്ലെ, ഇത്രയും ഭാഗത്ത് നമ്മൾ എന്താണ് ഒരു പ്രധാനപ്പെട്ട നാഷണൽ ഇൻകം എന്നുള്ള രീതിയിൽ നമ്മൾ എന്താണ് 4 ആൾക്കാരെ പറ്റിയാണ് പറഞ്ഞതല്ലേ. 4 ആൾക്കാരെ പറ്റി പറഞ്ഞു. ഒന്ന് GDP അല്ലെ, GDP-യെ പറ്റി പറഞ്ഞു, GDP-യെ പറ്റി പറഞ്ഞു, GNP-യെ പറ്റി പറഞ്ഞു, GDP-യെ പറ്റി പറഞ്ഞു, GNP-യെ പറ്റി പറഞ്ഞു, NDP-യെ പറ്റി പറഞ്ഞു, NNP-യെ പറ്റി പറഞ്ഞു, NNP-യെ പറ്റി പറഞ്ഞു. അപ്പം GDP എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ എന്താണ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ടോട്ടൽ എമൗണ്ടിനെയാണ് നമ്മൾ GDP എന്ന് പറയുന്നത്. ഇനി GNP എന്ന് പറയുന്നത് എന്താണ്, GDP-യിൽ നിന്ന് NIFA അല്ലേ, നെറ്റ് ഇൻകം ഫ്രം എബ്രോഡ് എന്നുള്ള ആ ഒരു ഫാക്ടറിനെ ആഡ് ചെയ്യുമ്പോൾ GDP-യോടൊപ്പം ആ ഒരു ഫാക്ടർ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് GNP എന്ന് പറയുന്നത്. GDP-യിൽ നിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുമ്പോൾ NDP കിട്ടുന്നു. GNP-യിൽ നിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുമ്പോൾ NNP കിട്ടുന്നു. ഈ 4 ഇക്വേഷൻ ഓക്കെ ആണോ? ഈ 4 ഇക്വേഷൻ ഓക്കെ ആണോ? ഈ 4 ഇക്വേഷൻ ക്ലിയർ ആണോ? ഓക്കെ, ഓക്കെ ആണ്. ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു, പിന്നെ എന്താണ് എൻ്റെ ഈ കാറിലേക്ക് തിരിച്ചു വരാം, അല്ലെങ്കിൽ എൻ്റെ വണ്ടിയിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്, തിരിച്ചു വരികയാണേ. ഞാൻ എൻ്റെ എന്താണ് വണ്ടിയിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പൊ ഞാൻ വണ്ടിയിലേക്ക് തിരിച്ചു വന്നപ്പോൾ എന്താണ് എനിക്കറിയാം അല്ലെ, എൻ്റെ എന്താണ് കാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താണ് എനിക്ക് കുറെ അധികം എന്താണ് സാധനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് കുറെ എന്താണ് റോ മെറ്റീരിയൽസ് ഉണ്ട്, സ്റ്റീലുണ്ട്, അതുപോലെ തന്നെ എന്താണ് ടയർ, റബ്ബറുകളുണ്ട്, അതുപോലെ തന്നെ കുറെ വേറെ കുറെ അക്സസറീസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സാധനം കുറെ എല്ലാം എന്താണ് കുറെ എന്താണ് സാധനങ്ങളുണ്ട് അല്ലേ. അപ്പൊ എന്താണ് അപ്പൊ എനിക്ക് അതിന് എന്തൊരു പ്രോഡക്റ്റിന് അതിനൊരു GDP ഉണ്ട് അല്ലേ, അതിനൊരു GDP ഉണ്ട് അല്ലെ. കാർ ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും അതിനൊരു GDP ഉണ്ട്. ഇനി നമ്മൾ എന്താണ് ഒരു കാറ് വാങ്ങാൻ പോവാണ്, ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഒരു കാറ് വാങ്ങാൻ പോവാണ്. ആ വാങ്ങാൻ പോകുന്ന സമയത്ത് അല്ലെ, നമ്മളൊരു കാറ് വാങ്ങാൻ പോകുന്ന സമയത്ത് അത് ഉണ്ടാക്കിയ പൈസ മാത്രമാണോ നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങുന്നത്? അതുണ്ടാക്കിയ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഒരു എന്താണ് എൻ്റെ കയ്യിലൊരു എന്താണ് ഒരു പേന ഞാൻ എന്ത് ചെയ്യണം, എടുക്കുകയാണേ. അപ്പൊ ഈ പേനയ്ക്ക് എന്തൊക്കെ വേണം, ഒരു ക്യാപ്പ് ഉണ്ട് അല്ലേ, ക്യാപ്പ് ഉണ്ട്, ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു എന്താണ് പുറംബോഡി ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് മഷിയുണ്ട്, ഒരു റീഫില്ലർ ഉണ്ട്, നിബുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു പേന ഉണ്ടാക്കാനുള്ള കോസ്റ്റ് അല്ലേ, ആ പേന ഉണ്ടാക്കാനുള്ള കോസ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഞാൻ ആ പേന മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് എനിക്ക് കിട്ടുന്നത് ഈ ഒരു എമൗണ്ടിലാണ്. ഇത് ഉണ്ടാക്കിയ എന്താണ് റോ മെറ്റീരിയൽസിന്റെ പൈസ മാത്രമേ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നുള്ളൂ. എൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു പൈസ മാത്രമേ വാങ്ങുന്നുള്ളൂ? അല്ല അല്ലേ.
നമ്മുടെ എന്താണ് നമ്മളൊരു സാധനം വാങ്ങാൻ പോകുമ്പോഴേക്കും അതിന്റെ എന്താണ് പ്രൊഡക്ഷൻ കോസ്റ്റ് അല്ലെ, പ്രൊഡക്ഷൻ കോസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ എന്താണ് അത് എന്താണ് ഉണ്ടാക്കിയ അതുണ്ടാക്കിയ ഉൽപ്പന്നത്തിന്റെ എല്ലാം കൂടി പൈസ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത്. ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, ഇൻഡയറക്റ്റ് ടാക്സസ് അല്ലേ, ഇൻഡയറക്റ്റ് ആയിട്ട് അതിനകത്ത് എന്താണ് ടാക്സസ് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട് അല്ലെ, ടാക്സ് കൂടി വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താണ്, നമ്മൾ ആ സാധനത്തിന് എന്താണ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു സാധനം വാങ്ങാൻ പോകുന്ന സമയത്ത്, ഈ പേന വാങ്ങാൻ പോകുന്ന സമയത്ത് ഇത് എന്താണ് ഉണ്ടാക്കിയ പൈസ, അതായത് ഇതിന്റെ ഫാക്ടർ കോസ്റ്റ് മാത്രമാണോ, ഇതിന്റെ ഫാക്ടർ കോസ്റ്റ് മാത്രമാണോ വരുന്നത്? അല്ല അല്ലേ, അതിന്റെ എന്താണ് അതിനകത്തുള്ള ഇൻഡയറക്റ്റ് ടാക്സ് കൂടി ഞാൻ അടച്ചാൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഈ പേന മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കഴിയുള്ളൂ അല്ലെ, ഈ പേന മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കഴിയുള്ളൂ. ഇനി എനിക്ക് എന്തെങ്കിലും സബ്സിഡി ഉണ്ടെങ്കിൽ അല്ലെ, ഈ പേന ഉണ്ടാക്കിയതിന് എന്തെങ്കിലുമൊക്കെ എന്താണ് സബ്സിഡി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, എൻ്റെ ഈ ടാക്സിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, സബ്സിഡി അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ എന്താണ് ആ ഒരു സബ്സിഡി എന്ത് ചെയ്യും, കുറയ്ക്കുന്ന സമയത്താണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, മാർക്കറ്റ് പ്രൈസ്, അതായത് എന്ത് ചെയ്യുന്നത്, ഞാൻ വാങ്ങുന്ന പൈസ എന്ത് ചെയ്യുന്നത്, എനിക്ക് ഈ ഒരു പേന വാങ്ങാൻ വേണ്ടി ഇതിനൊരു എന്താണ് ചിലപ്പോൾ ഇതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്തായിരിക്കും, ഒരു 3 രൂപയായിരിക്കും. അതിന്റെ കൂടെ എന്താണ് ടാക്സ് ആഡ് ചെയ്യും. ഇപ്പൊ എന്താണ് അതിന്റെ ടാക്സ് എന്ന് പറയുന്നത് 3 രൂപയുടെ ഫാക്ടർ കോസ്റ്റ് ഉള്ള സാധനത്തിന് 3 രൂപ ടാക്സ് ആണെന്നിരിക്കട്ടെ. അപ്പൊ ടോട്ടൽ എത്രയാണ്, 6 രൂപ അല്ലേ. ഫാക്ടർ കോസ്റ്റ് 3 + 3 6 രൂപ. ഇനി എന്താണ് സബ്സിഡി എനിക്ക് 1 രൂപ കിട്ടി. അപ്പൊ എന്താണ് -1. അപ്പൊ എന്താണ് 6 - 1 5 രൂപയായിരിക്കും എനിക്ക് കിട്ടുന്നത് അല്ലെ. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഇനി ഞാൻ ഈ ഇക്വേഷനെ കുറച്ചൊന്ന് എന്താണ് മോഡിഫൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് പ്ലസ് എന്താണ് ഇൻഡയറക്റ്റ് ടാക്സസ് മൈനസ് സബ്സിഡി അല്ലേ. എൻ്റെ ഇൻഡയറക്റ്റ് ഇതിൽ ലെവി ചെയ്തിട്ടുള്ള ഇൻഡയറക്റ്റ് ടാക്സസ്, അതിൽ നിന്ന് എനിക്ക് കിട്ടിയ സബ്സിഡി മൈനസ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ എന്താണ് എനിക്ക് GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് കിട്ടുന്നു അല്ലേ, അങ്ങനെയല്ലേ. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഒരു ഫാക്ടറിനെ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് എന്ന് എഴുതി കഴിഞ്ഞാൽ GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് പ്ലസ് NI നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് ഇസ് ഈക്വൽ ടു GDP അറ്റ് മാർക്കറ്റ് പ്രൈസ്. ക്ലിയർ ആയോ? അപ്പോൾ നമ്മുടെ എന്താണ് GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് അല്ലേ, ഈ GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നതല്ലേ നമ്മുടെ നാഷണൽ ഇൻകം അല്ലേ. അതല്ലേ നമ്മുടെ നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. മാർക്കറ്റ് പ്രൈസിൽ എത്രയാണോ കിട്ടുന്നത് അതിനല്ലേ നമ്മുടെ എന്താണ് നാഷണൽ ഇൻകം എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ് നമുക്ക് ഈ GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് അല്ലേ, നമുക്ക് എന്താണ് അതൊരു ഇന്റർമീഡിയറ്റ് ഗുഡ് ആണ് അല്ലേ, അതൊരു ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല അല്ലേ. അതെന്താണ്, അത് കിട്ടണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിലേക്ക് വരണം. അതിന് മാർക്കറ്റിലേക്ക് ഈ ഇന്റർമീഡിയറ്റ് ആയിട്ടിരിക്കുന്ന ആളിനെ നമ്മൾ മാർക്കറ്റിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അല്ലേ, അതിനകത്തേക്ക് എന്താണ് ടാക്സ് ആഡ് ചെയ്യുകയും സബ്സിഡി മൈനസ് ചെയ്യുകയും ചെയ്യണം. അതിന് നമ്മൾ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് എന്ന് പറഞ്ഞു. ഇനി ഈ എന്താണ് നമ്മുടെ ഈ GDP അറ്റ് ഫാക്ടർ കോസ്റ്റിന്റെ കൂടെ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് വരുന്ന സമയത്ത് എന്താണ് നമ്മുടെ നാഷണൽ ഇൻകം വരുന്നു. GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ത് ചെയ്തു, കിട്ടി. അപ്പൊ മനസ്സിലായോ എങ്ങനെയാണ് ആ ഇക്വേഷൻ വന്നതെന്ന്? ഇനി അത് ഈ ഒരു ഇക്വേഷന് മാത്രമാണോ? അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, നാഷണൽ ഇൻകം നമ്മൾ എന്താണ് 4 രീതിയിലാണ് എന്ത് ചെയ്തത് നമ്മൾ പറഞ്ഞത്. അതെന്താണ് GDP മാത്രമല്ല, GNPയുടെ കേസിലും നമുക്കിത് പറഞ്ഞൂടെ. ഫാക്ടർ കോസ്റ്റ് പ്ലസ് NIT ഇസ് ഈക്വൽ ടു GNP അറ്റ് മാർക്കറ്റ് പ്രൈസ്. ഇനി നമുക്ക് എന്താണ് നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അല്ലെ, NDP അറ്റ് ഫാക്ടർ കോസ്റ്റ് പ്ലസ് NIT ഇസ് ഈക്വൽ ടു NDP അറ്റ് മാർക്കറ്റ് പ്രൈസ്. എല്ലാം സെയിം മെക്കാനിസം അല്ലേ. ഇനി അവസാനത്തെ എന്താണ് NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് പ്ലസ് NIT നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് ഇസ് ഈക്വൽ ടു NNP അറ്റ് മാർക്കറ്റ് പ്രൈസ്. നമുക്ക് എന്ത് ചെയ്യാം, ഈ 4 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നാഷണൽ ഇൻകത്തിനെ കമ്പ്യൂട്ട് ചെയ്യാം. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ അല്ലെ, നമ്മുടെ ഈ പർട്ടിക്കുലർ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യനകത്ത് ഇതല്ലേ ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം.
ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്ലേ, GDP at factor cost ഈസ് എന്നാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം അല്ലേ, GDP at FC പ്ലസ് NIT നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് ഇസ് ഈക്വൽ ടു GDP at MP. ഇനി നമ്മുടെ ചോദിച്ചിട്ടുള്ള ഇതാണ് GDP at FC എന്തോന്നാണെന്നാണ്. അപ്പൊ NIT ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും, മൈനസ് ആവും അല്ലേ. അപ്പോൾ GDP at മാർക്കറ്റ് പ്രൈസ് മൈനസ് NIT നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് ഈസ് ഈക്വൽ ടു GDP at ഫാക്ടർ കോസ്റ്റ്. നമ്മുടെ ആൻസർ എന്താണ്, എ ആണ് ആൻസർ. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ? ഇതിന് ഡൗട്ട് ഉണ്ടോ? എങ്ങനെയാണ് അത് കിട്ടിയെന്നുള്ള കോൺസെപ്റ്റ് ക്ലിയർ ആയോ? ഫൈനൽ ആയിട്ടൊരു സാധനം അല്ലെ മാർക്കറ്റിലേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ, മാർക്കറ്റിലേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അതിനകത്തേക്ക് എന്താണ് ടാക്സും സബ്സിഡിയും കൂടി എന്ത് ചെയ്യണം, ആഡ് ചെയ്യപ്പെടണം അല്ലെ. ആ രണ്ട് ഫാക്ടറും കൂടി നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. അങ്ങനെ നോക്കുമ്പോൾ എന്താണ്, നമ്മൾ മാർക്കറ്റിലേക്ക് എത്തുന്നതിന് തൊട്ട് മുന്നേ ആ വസ്തുവിന് വേണ്ടിയിട്ട്, ഒരു കാറാണെങ്കിൽ കാർ, പേനയാണെങ്കിൽ പേന, ഫോൺ ആണെങ്കിൽ ഫോൺ, എന്ത് തന്നെ ആയിക്കോട്ടെ, ആ വസ്തുവിന്റെ വില അല്ലെങ്കിൽ അത്രയും ഉണ്ടാക്കുന്ന പ്രൊഡക്ഷൻ കോസ്റ്റിനാണ് നമ്മൾ GDP at ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത്. അതിനോടൊപ്പം ഇൻഡയറക്റ്റ് ടാക്സസ് മൈനസ് സബ്സിഡി എന്നുള്ളൊരു എന്താണ് ഇക്വേഷൻ, അല്ലെങ്കിൽ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് എന്ന് പറയുന്ന ഒരു ടേം കൂടി കയറി വരുമ്പോൾ നമ്മുടെ GDP at മാർക്കറ്റ് പ്രൈസ്, നമ്മുടെ എന്താണ് GDP അല്ലെ, നമുക്ക് എന്താണ് മാർക്കറ്റിൽ കിട്ടുന്ന പൈസ, അതായത് നാഷണൽ ഇൻകം കമ്പ്യൂട്ടിങ്ങിൽ എന്താണ് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയും. അപ്പൊ ആ ഒരു ഇക്വേഷന്റെ ക്വസ്റ്റ്യൻ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ ചോദിച്ചിട്ടുള്ളത് അല്ലെ. ആ ഒരു ഇക്വേഷന്റെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ് നമുക്ക് കിട്ടിയല്ലേ. അപ്പൊ ഒന്നാമത്തെ ആൻസർ എന്ന് പറയുന്നത് എ ആണ് നമ്മുടെ ആൻസർ അല്ലെ. GDP at MP മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് അല്ലെ. ഇനി നമുക്ക് എന്താണ് ഇതേ രീതിയിൽ എന്താണ് വേറൊരു ചോദ്യം കൂടി നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടില്ലേ. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കടാ. ഈ 17ാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ നമ്മുടെ ഈ ഒരു എന്താണ് 17ാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ എന്താണ് ചോദ്യം, കാൽക്കുലേറ്റ് NNP at ഫാക്ടർ കോസ്റ്റ്. നമ്മുടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്, NNP at ഫാക്ടർ കോസ്റ്റ്. എന്താണ് ഫോളോയിങ് ഡേറ്റ അല്ലെ. ഫോളോയിങ് ഡേറ്റയിൽ നിന്ന് എന്ത് ചെയ്യാണ്, NNP at ഫാക്ടർ കോസ്റ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് തന്നിട്ടുള്ള ഡേറ്റ എന്തൊക്കെയാണ്, NNP at മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ നമുക്കറിയാം അല്ലേ, NNP at എന്താണ് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് എന്താണ് ഫാക്ടർ കോസ്റ്റ് പ്ലസ് NIT ഈസ് ഈക്വൽ ടു NNP at എന്താണ് മാർക്കറ്റ് പ്രൈസ് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. എന്താണ് ഫാക്ടർ കോസ്റ്റ് നമുക്ക് അറിയില്ല. അപ്പൊ എന്താണ് ഈസ് ഈക്വൽ ടു എന്താണ് NNP at മാർക്കറ്റ് പ്രൈസ് നമുക്ക് തന്നിട്ടുണ്ട് 5000 എന്താണ് കോടി അല്ലെ. 5000 കോടി മൈനസ് എന്താണ് NIT എന്ന് പറയുമ്പോൾ ഇൻഡയറക്റ്റ് ടാക്സസ് 400 മൈനസ് 200 അല്ലേ. അപ്പോൾ എന്താണ് 5000 കോടി മൈനസ് 400 200 പോയ 200 അല്ലേ. അപ്പോൾ എത്രയാണ് 4800 CR അല്ലെ. 4800 CR. ഓപ്ഷൻ സി ആണ് എന്ത് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ. എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായോ? എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായോ? ഓക്കെ ആണോ? യെസ്, സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആണോ? ആ രണ്ട് ക്വസ്റ്റ്യന് മനസ്സിലായോ? എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് മനസ്സിലായോ? എങ്ങനെയാണ് അപ്ലൈ ചെയ്തതെന്ന് മനസ്സിലായോ? ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. ഈ രീതിയിലുള്ള മാത്തമെറ്റിക്കൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ ഡിഗ്രി ലെവൽ +2 ലെവൽ എക്സാമിനേഷന് ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള ഒന്നുകൂടി പറയണോ, എന്താണ് പറയേണ്ടത് ഒന്നുകൂടി? ഈ എന്താണ് ക്വസ്റ്റ്യൻ ആണോ ഈ പർട്ടിക്കുലർ എന്താണ് കമ്പ്യൂട്ട് ചെയ്ത രീതിയാണോ? ഏതാണ്? ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇക്വേഷൻസ് ഓക്കെ ആണോ?
നമ്മുടെ 4 നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതികൾ ഓക്കെയാണോ? 4 നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്ത രീതികൾ ഓക്കെയാണോ? GDP, GNP, NDP, NNP, ഈ 4 ആൾക്കാരും മാർക്കറ്റ് പ്രൈസ്, നമ്മുടെ ഫാക്ടർ കോസ്റ്റിൽ നിന്ന് മാർക്കറ്റ് പ്രൈസിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്നുള്ള രീതി, ആ ഒരു എന്താണ് ഇക്വേഷൻ ഓക്കെയാണോ? ആ ഒരു ഇക്വേഷൻ ഓക്കെയാണോ? യെസ്, NNP പറയാം. നമ്മുടെ എന്താണ് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് ആണ്. നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്, അറ്റ ദേശീയ ഉൽപ്പന്നമാണ് നമ്മുടെ എന്താണ് ഈ NNP എന്ന് പറയുന്ന സാധനം. ഈ NNP എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എന്താണ് അറ്റ ദേശീയ ഉൽപ്പന്നം, നമ്മൾ എന്താണ് എന്ത് തന്നെ ആയിക്കോട്ടെ, നെറ്റ് എന്നൊരു വാക്ക് വന്നു കഴിഞ്ഞാൽ, നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആയാലും നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് ആയി കഴിഞ്ഞാലും അതിന് ഒരു മീനിങ്ങേ ഉള്ളൂ. നമ്മുടെ എന്താണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൽ നിന്ന് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗ്രോസ് എന്താണ് നാഷണൽ പ്രോഡക്റ്റ്, GNP യോ GDP യോ ആയിക്കോട്ടെ, ഈ രണ്ട് സാധനങ്ങൾക്കകത്തും നമ്മൾ ഇവരെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന അല്ലെ, തേയ്മാനം അല്ലേ. ഇപ്പൊ ഞാൻ എന്താണ് ടാക്സി ഡ്രൈവർ ആണെന്ന് കണക്കാക്കുക. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, എന്റെ ഉപജീവനം അല്ലെങ്കിൽ എന്റെ വരുമാനം എന്ന് പറയുന്ന ആ ടാക്സി ഓടി കിട്ടുന്ന പൈസയാണ്. പക്ഷെ എന്റെ ക്യാപിറ്റൽ ഗുഡ് ആയിട്ടുള്ള ആ കാറിന് എന്താണ് ഓരോ വർഷം കഴിയുന്നവർ അതിന് ടയർ തേയും അല്ലേ, അതിന്റെ എന്താണ് പാർട്ടുകൾക്ക് എന്താണ് പ്രശ്നങ്ങൾ വരും അല്ലെ, തേയ്മാനങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിനെന്താണ് ഒരു മൂല്യക്കുറവ് ഉണ്ടാവുന്നുണ്ട് അല്ലെ, ആ കാറിന്, എന്റെ ക്യാപിറ്റൽ ഗുഡിന് അല്ലെ, എന്റെ ആ ഒരു കാർ എന്ന് പറയുന്ന ആ ഒരു അസറ്റിന് എന്ത് ചെയ്യാണ്, ഡിപ്രീസിയേഷൻ അല്ലെ, തേയ്മാനങ്ങൾ സംഭവിച്ച് അതിന്റെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ GDP യിലോ GNP യിലോ ഇങ്ങനെയുള്ള ഒരു തേയ്മാനത്തിനെ പറ്റി നമ്മൾ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഫാക്ടറിനെ പറ്റി നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കണക്കാക്കുന്നേ ഇല്ല. അത് എന്താണ് കണക്കാക്കുന്ന അല്ലെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ നെറ്റ് എന്ന് പറയുന്ന ഈ ഒരു സാധനത്തിന്, അല്ലെങ്കിൽ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റിന് എന്ത് ചെയ്യുന്നത്, ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പൊ നമ്മൾ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് ആയിക്കോട്ടെ, നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആയിക്കോട്ടെ, ഈ രണ്ട് സാധനങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്തും നമ്മൾ എന്താണ് ക്യാപിറ്റൽ ഗുഡ്സിന് അല്ലെങ്കിൽ അസറ്റുകൾക്കുണ്ടാകുന്ന തേയ്മാനത്തെ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, പരിഗണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എന്ത് നമ്മുടെ GNP യിൽ നിന്ന് എന്താണ് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് കിട്ടും. GDP യിൽ നിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുമ്പോൾ നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റും കിട്ടും. ഓക്കെ, ഇനി ഇവരെന്താണ് ഇപ്പൊ ഈ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത് അല്ലേ, നമ്മൾ ഇനിയിപ്പോൾ എന്താണ് ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്, ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നു. അപ്പൊ എന്താണ് ആ ഉണ്ടാക്കുന്ന സാധനത്തിന് ഒരു വിലയുണ്ട്. ഉണ്ടാക്കുന്ന സാധനത്തിനൊരു അതിന്റെ എന്താണ് റോ മെറ്റീരിയൽസിന് എല്ലാം കൂടെ എനിക്ക് എന്താണ് അതിന്റെ, ഇപ്പൊ ഞാൻ ഈ പർട്ടിക്കുലർ പേന ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ എന്താണ് അതിന്റെ ബോഡിയുടെ പ്ലാസ്റ്റിക്കിന്, അതിനകത്തുള്ള എന്താണ് മഷിക്ക്, ഇതിനൊക്കെ എന്താണ് അതൊക്കെ ഓരോ ഫാക്ടറികളാണ്. എന്റെ പേന ഉണ്ടാക്കാനുള്ള ഓരോ ഫാക്ടറികളാണ്. അപ്പൊ അതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എന്റെ കയ്യിൽ നിന്നൊരു പൈസ ആകുന്നുണ്ട് അല്ലേ. അപ്പൊ അതെല്ലാം കൂടി എന്താണ് ഞാൻ ഈ പേന ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള മൊത്തം പ്രോഡക്റ്റുകളുടെ പൈസ എന്ത് ചെയ്യാണ്, ആഡ് ചെയ്ത് എന്ത് ചെയ്യാണ്, അതിനൊരു വില ഇട്ടു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ആ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ വേണ്ടി ചിലവായ തുക, അതാണ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഞാൻ ഈ പേന എനിക്ക് ഇതുപോലത്തെ ഒരു പേന, ഞാൻ ഈ പേന എനിക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോഴേക്കും ഇത് ഉണ്ടാക്കിയ പൈസ മാത്രമാണോ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നത്? അല്ല അല്ലേ, അതിനകത്ത് ടാക്സ് കൂടി വരുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, 5 രൂപയുടെ പേനയ്ക്ക് എന്താണ് എനിക്ക് 5 രൂപയാണ് ടാക്സ് എന്നുണ്ടെങ്കിൽ 5+5 അല്ലേ, അപ്പൊ 10 രൂപയാണ് എൻ്റെ ഈ എന്താണ് മാർക്കറ്റ് പ്രൈസ് ആയിട്ട് വരേണ്ടത്. ഇനി എൻ്റെ പേനയ്ക്ക് എന്താണ് 1 രൂപ, ഞാൻ ഈ പേന ഉണ്ടാക്കിയ സമയത്ത് എനിക്ക് 1 രൂപ സബ്സിഡി കിട്ടി. അപ്പൊ എന്താണ് ആ 1 രൂപയുടെ സബ്സിഡി എന്ത് ചെയ്യണം, ഞാൻ ഈ വിലയിൽ നിന്ന് കുറയ്ക്കണം. അപ്പൊ എന്താണ് എനിക്ക് 9 രൂപയ്ക്കാണ് എൻ്റെ പേന കിട്ടുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ ടാക്സ് ലെവി ചെയ്തതിനെയും കിട്ടിയത് നമ്മുടെ ഇൻഡയറക്റ്റ് ടാക്സസിനെയും എനിക്ക് കിട്ടിയ സബ്സിഡിയെ ഞാൻ എന്ത് ചെയ്തു, ഒരു മൈനസ് ചെയ്തിട്ട് ഞാൻ അടച്ച പൈസ, ടാക്സിൽ നിന്ന് എനിക്ക് കിട്ടിയ സബ്സിഡി ഞാൻ എന്ത് ചെയ്തു, മൈനസ് ചെയ്തു. അങ്ങനെ എനിക്ക് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് എന്നുള്ള ഒരു ടേം കിട്ടി. ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്ന് സബ്സിഡി മൈനസ് ചെയ്തപ്പോൾ എനിക്ക് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്ന ഒരു എമൗണ്ട് കിട്ടി. അപ്പൊ ഞാൻ എൻ്റെ
ഫാക്ടർ കോസ്റ്റിനോട് ഈ ഒരു എന്താണ് NIT അല്ലെങ്കിൽ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്ന സാധനം ആഡ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഈ പേന മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പൈസ എനിക്ക് കിട്ടിയത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇപ്പോ ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഇനി ഈ പർട്ടിക്കുലർ കണക്കിലേക്ക് അല്ലെ ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്? കാൽക്കുലേറ്റ് NNP. എൻ്റെ അടുത്ത് NNP കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. NNP എങ്ങനെയുള്ള NNP അറ്റ് ഫാക്ടർ കോസ്റ്റ്. NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി എനിക്ക് തന്നിട്ടുള്ള ഡേറ്റകൾ എന്തൊക്കെയാണ്? NNP അറ്റ് മാർക്കറ്റ് പ്രൈസ്. NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് തന്നിട്ടുണ്ട്, ഇൻഡയറക്റ്റ് ടാക്സിന്റെ എമൗണ്ട് തന്നിട്ടുണ്ട്, സബ്സിഡി തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? എനിക്കറിയാമെന്നുള്ള അല്ലേ എൻ്റെ ഇക്വേഷൻ എടുത്തെഴുതി. എന്താണ് എൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്? NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് പ്ലസ് NIT ഈസ് ഈക്വൽ ടു NNP അറ്റ് മാർക്കറ്റ് പ്രൈസ്. എന്താണ് എനിക്ക് വേണ്ടത്? NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ്. അപ്പോൾ എന്താണ് NNP അറ്റ് എന്താണ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 5000 കോടിയാണ്. ഇനി നമ്മുടെ എന്താണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് അല്ലെ NIT എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡി ആണ്. അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് 400 പ്ലസ് മൈനസ് ഇവിടെ എന്താണ് ഇവിടെ പ്ലസ് ആയിട്ടുള്ള സാധനം അപ്പുറത്തേക്ക് മൈനസ് ആയി. 400 മൈനസ് 200 സബ്സിഡി കുറച്ചു. അപ്പോൾ 5000 മൈനസ് 200 ഈസ് ഈക്വൽ ടു 4800. എനിക്ക് എന്താണ്? അതാണ് എൻ്റെ NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അത് പ്രോഫിറ്റ് കാണിക്കുന്നത് നമ്മുടെ എന്താണ്? അത് നമ്മളെന്താണ് അടുത്ത വേറൊരു രീതിയിൽ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നിടത്താണ്. ഇവിടെ പ്രോഫിറ്റ് കാണിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ എന്താണ് നമ്മുടെ GDP GNP സാധനങ്ങളെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അത് നിങ്ങൾ പറഞ്ഞത് എന്താണ്? നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന നമ്മുടെ എന്താണ് ഇൻകം മെത്തേഡ്, എന്താണ് വാല്യൂ ആഡഡ് മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുന്ന 3 കാര്യങ്ങളിൽ എന്ത് ചെയ്യും? നമ്മൾ ആഡ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം? നമുക്കത് നോക്കാം. ഓക്കെ, ഇപ്പം നമുക്കത് വേണ്ട. അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? വേണ്ടെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് നമ്മളിവിടെ 4 ഇക്വേഷൻ നോക്കിയല്ലേ? 4 എന്താണ് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ പറഞ്ഞല്ലേ? ഇവിടെ നമ്മൾ 4 ഇക്വേഷനെ പറ്റി പറഞ്ഞു. ഈ 4 സാധനങ്ങൾ നമ്മൾ എന്താണ് ഒരുപാട് ആൾക്കാരെ കണ്ടല്ലേ? ഒരുപാട് ആൾക്കാരെ കണ്ടു. ഇനി നമ്മുടെ എന്താണ് ഒഫീഷ്യലി നമ്മുടെ നാഷണൽ ഇൻകം ആയിട്ട് ഇതെല്ലാം ഈ പറയുന്ന സാധനങ്ങളെല്ലാം GDP അറ്റ് ഫാക്ടർ കോസ്റ്റ്, GNP അറ്റ് ഫാക്ടർ കോസ്റ്റ്, ഈ ഓരോന്നും ഇങ്ങനെ എന്താണോ 8 ആൾക്കാരുണ്ടല്ലേ? 1 2 3 4 അങ്ങനെ മൊത്തം 8 ആൾക്കാർ ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലേ? GDP അറ്റ് ഫാക്ടർ കോസ്റ്റ്, GDP അറ്റ് മാർക്കറ്റ് പ്രൈസ്, GNP അറ്റ് ഫാക്ടർ കോസ്റ്റ്, GNP അറ്റ് മാർക്കറ്റ് പ്രൈസ്, ഇങ്ങനെ 8 ആൾക്കാരുണ്ടല്ലേ? ഈ 8 ആൾക്കാരെ നമ്മൾ എന്താണ് പറയുന്നത്? നാഷണൽ ഇൻകം ആയിട്ടാണ്. ഈ കിട്ടുന്ന വാല്യൂസ് എല്ലാം എന്താണ്? നാഷണൽ ഇൻകത്തിന്റെ പാർട്ടുകളാണ്. എന്നാൽ ഒഫീഷ്യലി നമ്മൾ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും എന്താണ് ആക്യുറേറ്റ് വാല്യൂ ആയിട്ട്, നാഷണൽ ഇൻകം എന്നുള്ള ഏറ്റവും ആക്യുറേറ്റ് വാല്യൂ ആയിട്ട് കണക്കാക്കുന്നത് NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ്. ഏതോ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്താണ് ഇപ്പം എനിക്ക് എക്സാക്ട്ലി ഏത് ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. നമ്മുടെ എന്താണ് ഒഫീഷ്യലി എന്താണ് അല്ലെങ്കിൽ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള എന്താണ് നമ്മുടെ നാഷണൽ ഇൻകം കമ്പ്യൂട്ടിങ്ങിൽ, നമ്മുടെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും എന്താണ് ആക്യുറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും എന്താണ് നിയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒഫീഷ്യലി കണക്കാക്കുന്നതെന്ന് പറയുന്നത്, നാഷണൽ ഇൻകം ആയിട്ട് കണക്കാക്കുന്നതെന്ന് പറയുന്നത് NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ്. NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഇത് നാഷണൽ ഇൻകത്തിന്റെ കേസാണ്. ഇനി ഒഫീഷ്യലായിട്ട് നമ്മുടെ GDP ആയിട്ട് കണക്കാക്കുന്നത് GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് ആണെന്ന് എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ GDP എന്ന് മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ GDP അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ട് എന്ത് ചെയ്യാണ്? ഇന്ത്യയിലെ GDP ആയി കണക്കാക്കുന്നത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് ആണ് ആൻസർ. അതുപോലെ തന്നെ നാഷണൽ ഇൻകം കമ്പ്യൂട്ടിങ്ങിൽ ഏറ്റവും എന്താണ് ആക്യുറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ട് നമ്മൾ നാഷണൽ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 8 എണ്ണത്തിൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണെന്ന് എന്ത് ചെയ്യുക? മനസ്സിലാക്കി ഇരിക്കുക. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ ഇത്രയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു നാഷണൽ ഇൻകം കാൽക്കുലേഷനിൽ. നാഷണൽ ഇൻകം ഇത്രയും എന്ന് പറഞ്ഞാൽ ഇത്രയല്ല, നമ്മൾ 2-3 മെത്തേഡുകളും കൂടി എന്ത് ചെയ്യുന്നുണ്ട്
നമ്മൾ എന്ത് ചെയ്യാം നോക്കാനുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് ക്ലാസ്സുകളിൽ നെക്സ്റ്റ് പ്രീവിയസ് ഇയർ നമ്മൾ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം നമുക്ക് അത്തരം ആൾക്കാരെ കൂടി എന്ത് ചെയ്യാം പരിചയപ്പെട്ട് പോവാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം 2-3 എന്താണ് ക്വസ്റ്റ്യൻസ് തരട്ടെ. 2-3 ക്വസ്റ്റ്യൻസ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് കാൽക്കുലേറ്റ് ചെയ്യോ? നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യോ? അല്ലെങ്കിൽ നമ്മൾ എന്താണ് പ്രീവിയസ് 2-3 ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അത് കാൽക്കുലേറ്റ് ചെയ്യോ? എൻ്റെ ആദ്യത്തെ ചോദ്യം, ഒന്നാമത്തെ ചോദ്യമാണേ. ജി ഡി പി അറ്റ് എം പി 2500 CR ആണ്. 2500 CR ആണ്. NIT എന്ന് പറയുന്ന ടേം, NIT എന്ന് പറയുന്നത് ഒരു എന്താണ് 500 CR ആണ്. 500 CR ആണ്. എനിക്ക് ജി ഡി പി അറ്റ് ഫാക്ടർ കോസ്റ്റ് കണ്ടുപിടിക്കണം. ജി ഡി പി അറ്റ് ഫാക്ടർ കോസ്റ്റ് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കോ? ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിക്കാം. ജി ഡി പി അറ്റ് ഫാക്ടർ കോസ്റ്റ്, ജി ഡി പി അറ്റ് രണ്ടാമത്തതാണ്. ജി ഡി പി അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത് 4000. ഇനി എൻ്റെ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് 400 CR. സബ്സിഡി എന്ന് പറയുന്നത് എന്താണ് 300 CR. എനിക്ക് ജി ഡി പി അറ്റ് മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിച്ച് തരണം. ഈ 2 കാര്യങ്ങളും എന്ത് ചെയ്യണം എനിക്ക് നാളെ എന്ത് ചെയ്യണം കണ്ടുപിടിച്ച് വച്ചിരിക്കണം. ഓക്കെ, ഇവിടെ ആൾക്കാർ പറയുന്നുണ്ട്. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് എനിക്ക് ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ ഇതിവിടെ ജി ഡി പി അറ്റ് എന്താണ് ഫാക്ടർ കോസ്റ്റ് വന്നിട്ടുണ്ട്, ഇൻഡയറക്റ്റ് ടാക്സസ് വന്നിട്ടുണ്ട്, സബ്സിഡി വന്നിട്ടുണ്ട്, ജി ഡി പി തന്നിട്ടുണ്ട് അല്ലേ? ജി ഡി പി തന്നിട്ടുണ്ട്. എനിക്ക് എന്ത് ചെയ്യണം? എൻ്റെ അടുത്ത് ഞാൻ ഡിപ്രീസിയേഷൻ ഒരു വാല്യൂ കൂടി തരുവാണേ. ഒരു 100 CR ഡിപ്രീസിയേഷൻ്റെ വാല്യൂ കൂടി തന്നു കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് എന്ത് ചെയ്യണം? എനിക്ക് എൻ ഡി പി അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ത് ചെയ്യണം കണ്ടുപിടിച്ച് തരണം. എൻ ഡി പി അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ത് ചെയ്യണം കണ്ടുപിടിച്ച് തരണം. പറ്റുമോ? എൻ ഡി പി അറ്റ് ഫാക്ടർ കോസ്റ്റ് നാളെ മതി. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണം. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കേസ് നാളത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്യണം എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണം. നമുക്ക് എന്ത് ചെയ്യാം ക്ലാസ്സിൽ ഇത് ഡിസ്കസ് ചെയ്യാം. ഇത്ര ഓക്കെ ആണോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വേറെ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. അതും കൂടി അങ്ങ് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ നമ്മളെന്താണ് നാഷണൽ ഇൻകത്തിൻ്റെ കേസാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ദേ ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ കിടക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനെ ഇവിടെ നോക്കടാ. ജി ഡി പി മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം പ്ലസ് NFIA വിദേശത്ത് നിന്നുള്ള അറ്റ ഘടക വരുമാനം ഈസ് ഈക്വൽ ടു എന്താണ്? ജി ഡി പി പ്ലസ് NFIA എന്ന് പറയുന്നത് അല്ലേ എന്താണ്? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. എന്നുള്ളതാണ് ഈ NFIAയുടെ ഫുൾ ഫോം. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് അതാണ് NFIA. അത് എന്താണ്? ജി ഡി പിയിൽ നിന്ന് NFIA, ജി ഡി പിയോടൊപ്പം NFIA ആഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്താണ് കിട്ടുന്നത്? എവിടെ? ആൻസറുകൾ പറഞ്ഞോളൂ. എല്ലാവരും പറയുന്നുണ്ടല്ലോ. ഓക്കെ, നമ്മുടെ എന്താണ് ജി ഡി പിയിൽ നിന്ന് അല്ലേ? നമ്മുടെ ജി ഡി പിയോടൊപ്പം NFIA നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറയുന്ന ആ ഒരു കണക്കല്ലേ നമ്മുടെ എന്താണ് വിദേശികൾ എന്ത് ചെയ്യുന്നു ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന പൈസ എന്താണ് അത് നമ്മുടെ ഇന്ത്യക്കാർ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഉണ്ടാക്കുന്ന എന്താണ് അവരുടെ പ്രൊഡക്ഷൻ മൈനസ് ഇന്ത്യയിൽ ഫോറിനേഴ്സ് ഉണ്ടാക്കുന്ന പൈസ മൈനസ് ചെയ്യുന്ന സമയത്ത് വരുന്നതാണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറയുന്നത്. ജി ഡി പിയിൽ നിന്ന് ആ എമൗണ്ട് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് കിട്ടുന്നത്? മൊത്ത ദേശീയ ഉൽപ്പന്നം GNP അല്ലേ നമുക്ക് കിട്ടുന്നത്? GNP. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. ഓക്കെ ആണോ? യെസ്, GNP പറഞ്ഞിട്ടുണ്ട്. GNP എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നോക്കടാ, നമുക്ക് എന്താണ് ഗ്രോസ് നെറ്റ് ആകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഗ്രോസ് നെറ്റ് ആകാൻ വേണ്ടിയിട്ട്
NFI ആഡ് ചെയ്യണം. NFI ആഡ് ചെയ്യണം. ഇനി നമ്മുടെ എന്താണ്, സോറി, ഗ്രോസ് നെറ്റ് ആവാൻ വേണ്ടിയിട്ടല്ല, ഡൊമസ്റ്റിക് നാഷണൽ ആകാൻ വേണ്ടിയിട്ട്, സോറി, ഡൊമസ്റ്റിക് നാഷണൽ ആകാൻ വേണ്ടിയിട്ട്, ഡൊമസ്റ്റിക് നാഷണൽ ആകാൻ വേണ്ടിയിട്ട് NFI ആഡ് ചെയ്യണം. ഇനി ഗ്രോസ് നെറ്റ് ആകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യണം. അപ്പൊ ഡൊമസ്റ്റിക് നാഷണൽ ആകണമെന്നുണ്ടെങ്കിൽ NFI ആഡ് ചെയ്യണം. ഗ്രോസ് നെറ്റ് ആകണം എന്നുണ്ടെങ്കിൽ ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഇനി ഫാക്ടർ കോസ്റ്റ് മാർക്കറ്റ് പ്രൈസ് ആവണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് ആഡ് ചെയ്യണം. ഈ 3 കാര്യങ്ങൾ മറക്കരുത്. ഡൊമസ്റ്റിക് നാഷണൽ ആവാൻ NFI ആഡ് ചെയ്യണം. ഗ്രോസ് നെറ്റ് ആവാൻ, ഗ്രോസ് മൊത്തം അറ്റമാകാൻ വേണ്ടിയിട്ട് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യണം. ഫാക്ടർ കോസ്റ്റിന്, ഘടക വരുമാനത്തിന് മാർക്കറ്റ് പ്രൈസിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് ആഡ് ചെയ്യണം. ഈ 3 കാര്യങ്ങൾ മറന്നു പോകരുത്. ഇതെന്ത് ചെയ്യണം? ഓർത്ത് വച്ചിരിക്കണം. ക്ലിയർ ആയോ? യെസ്, എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതെന്ത് ചെയ്യുക? പിന്നെ എന്ത് ചെയ്യുക? ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. എക്കണോമിക്സിനെ സംബന്ധിച്ചിടത്തോളം റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് എല്ലാ എക്സാംസിനും കാണുന്ന ഏരിയയാണ്. അത്രയും ക്ലിയർ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ ഫിസ്ക്കൽ പോളിസി, മോണിറ്ററി പോളിസി പോലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നാളെ നോക്കാം. അപ്പോൾ ഇന്ന് എന്താണ്? ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. ഡൗട്ട് ഇല്ലാത്തവർക്ക് ലീവ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർക്ക് ചോദിക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ.